ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു PPT ഷെയർ ചെയ്തിട്ടുണ്ട്. ആ PPT കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. എന്തെങ്കിലും ഇന്ററപ്ഷൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്ലോയിഡ് വാർഷാൽസ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വാർഷാൽസ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഫ്ലോയിഡ് വാർഷാൽസ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു അൽഗോരിതത്തിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതിനകത്തെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് മാത്രമേ ഞാൻ കടക്കുന്നുള്ളൂ. അതിൽ ഫ്ലോയിഡ് വാർഷാൽസ് അൽഗോരിതം എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റേത് ജസ്റ്റ് എക്സാമിന് മുമ്പ് ഈ മെയിൻ പോയിന്റ് പഠിച്ചതിനൊക്കെ ശേഷം ഒന്ന് വായിച്ചിട്ട് വേണം യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് വായിച്ചു വിടുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ എന്താണ് വാർഷാൽസ് അൽഗോരിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ടൊക്കെ കുറച്ച് കഥകളൊക്കെ ആദ്യം വാർഷാൽസ് അൽഗോരിതം എന്ന് പറയുന്ന ടോപ്പിക്കിൽ താഴത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ആക്ച്വലി ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് എഡ്ജസും വെർട്ടിസസും ആണ്. ഈ ഞാൻ ഡോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കും. അതിനെ നമുക്ക് V1 എന്നോ ഇതിനെ V2 എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് വിളിക്കുന്നത്. എഡ്ജ് എന്ന് പറയുന്നത് ഈ ലൈനിനെയാണ്. അപ്പൊ ഇതിനെ ഒരു ഡയറക്ഷൻ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ വരച്ചുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് V1 നിന്ന് V2 അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ V1 തൊട്ട് V2 വരെ വേണമെങ്കിൽ ഒരു 6 എന്ന് പറഞ്ഞു കൊടുത്താൽ അതിനാണ് ആ എഡ്ജിന്റെ ഒരു വെയിറ്റ് എന്നാണ് നമ്മൾ എഡ്ജിന് വാല്യൂവിന് പറയുന്നത്. അപ്പൊ എഡ്ജിന്റെ വാല്യൂ വെയിറ്റ് ആയിട്ട് 6 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി കൗണ്ട് V1 തൊട്ട് V2 വരെ ആ ഗ്രാഫിന്റെ V1 തൊട്ട് V2 വരെ 6 ആണ് അതിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മേ ബി ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എന്താണ് ഒരു ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിലും പറയാം. അത്രയും ജസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതല്ല, ഒരു ജസ്റ്റ് ഒരു വെയിറ്റ് എന്നാണ് അതിന് എഡ്ജ് വെയിറ്റ് എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് എഡ്ജ് വെയിറ്റ് എന്ന് പറയും. ഇനി അടുത്ത ഒരു എഡ്ജും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ എഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു V3 എന്ന് പറഞ്ഞൊരു എഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കൊടുക്കുന്നു. വെർട്ടെക്സ് കൊടുക്കുന്നു. അപ്പൊ ആ വെർട്ടെക്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ എഡ്ജിനെ നമ്മൾ വേണേ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എഡ്ജിന്റെ ഡയറക്ഷൻ V3 നിന്ന് V2 അല്ലാതെ V2 നിന്ന് V3 അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ഗ്രാഫിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാ ഇവിടെ കൊണ്ടായിരിക്കും കൊടുക്കുന്നത്, എൻഡ് പോയിന്റിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ ഇതിന്റെയൊക്കെ എഡ്ജിലാണ് ഒരു ബ്ലാക്ക് കളറിലെ ഒരു ആരോ ഹെഡ് കാണും. സൂം ഇൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ അതൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ് ഗ്രാഫിന് വേണ്ടത്? വെർട്ടെക്സ് എന്ന് പറയുന്നതാണ്. വെർട്ടെക്സ് സെറ്റ് ഉണ്ടാവും, അതുപോലെ എഡ്ജ് സെറ്റും ഉണ്ടാവും. അപ്പൊ ഓൾറെഡി ഗ്രാഫ് ആധികാരികമായിട്ട് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലൊക്കെ ആധികാരികമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതല്ലാതെ ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ വാർഷാൽസ് അൽഗോരിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന്റെ ഇൻട്രോ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എഡ്ജ് സെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു സെറ്റും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ വെർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റും. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനാണ്, ബ്ലൂ കളറിലെ ലൈൻസ് ആണ് നമ്മൾ എഡ്ജുകളായിട്ട് വരുന്നത്. ഡോട്ടുകളായിട്ട് ഇപ്പൊ ഞാൻ റെഡ് ആയിട്ട് ഡോട്ടുകളെ നമ്മൾ അതിനെ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഓക്കെ. ഡോട്ടുകളായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ വെർട്ടെക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റഡ് എഡ്ജ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഡയറക്റ്റഡ് എഡ്ജ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇതില് നമ്മുടെ വാർഷാൽസ് അൽഗോരിതം എന്തിനാണ് നമ്മുടെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അത്യാവശ്യം. അപ്പൊ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഗ്രാഫിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ്, ആ ഗ്രാഫിലെ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ വാർഷാൽസ് അൽഗോരിതം, ഫ്ലോയിഡ് വാർഷാൽസ് അൽഗോരിതം എന്നാണ് വിളിക്കുന്നത്. FWA എന്നതിനെ ഷോർട്ട് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ആധികാരികമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വർക്കിംഗ് സ്ട്രാറ്റജി, ഹൗ ദിസ് വാർഷാൽസ് അൽഗോരിതം വർക്ക് ഫോർ എ ഗ്രാഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമേ നമ്മൾ ഇത് കോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ,
നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സെക്കൻഡ് നമ്മൾ ആക്ച്വലി ഈ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുവാണ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എനിവേ ആക്ച്വലി ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിന്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു തിയററ്റിക്കൽ പാർട്ട് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ തിയററ്റിക്കൽ പാർട്ടൊക്കെ എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവുകയാണ്. നമ്മൾ ഇനിഷ്യൽ ഡിസ്റ്റൻസ് മാട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് ഏതെങ്കിലും ഒരു പിക്ചറൈസ്ഡ് റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഇങ്ങനെ V1 തൊട്ട് V2 V3 V4. ഇത് ചിലപ്പോൾ V1 V2 V3 V4 എന്ന് വേണമെന്നില്ല, 1 2 3 4 എന്ന് പറഞ്ഞ് കാണാം. അപ്പൊ 1 2 3 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രാഫ് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഒരു ഗ്രാഫിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് ഇങ്ങോട്ടേക്ക് ആരാണ് ഇങ്ങോട്ടേക്ക് ആരാ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. 3ലേക്ക് 1ൽ നിന്ന് ഡയറക്റ്റ് 3ലേക്ക് ഒരു പാസേജ് ഉണ്ടാവാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഓരോ ആരോസും കൊടുത്തിട്ടുണ്ടാവാം. സോ ഡയറക്റ്റ് അതുപോലെ ഈ എഡ്ജുകൾക്ക് നമുക്കൊരു വാല്യൂസ് -4 എന്നോ 3 എന്നോ 2 എന്നോ വേറെ ഏതെങ്കിലും 6 എന്നോ ഇവിടെ ഒരു 13 എന്നോ ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് വേറെ എഡ്ജിനും നമ്പേഴ്സ് കൊടുക്കുക. എഡ്ജിന്റെ ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 2 6 13 -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് വെയിറ്റ് എന്ന്. ഇവിടെ വെയിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എഡ്ജിന്റെ വെയിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മെട്രിക്സ് അറിയാമല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. മെട്രിക്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മെട്രിക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോകളും കോളങ്ങളുമായിട്ട് എഴുതുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ താഴത്തോട്ടുള്ളത് കോളവും ഇങ്ങനെ നേരെ നേരെ കൺസിഡർ ചെയ്യുന്നതിനെ നമ്മൾ റോകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതൊരു n/n മെട്രിക്സ് ആണ്. എന്ത് n/n എന്ന് പറഞ്ഞാൽ n റോയും ഉണ്ട് n കോളവും ഉണ്ട്. സോ ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്ന ആ സ്ക്വയർ മെട്രിക്സിനെ നമ്മൾക്ക് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ കോളങ്ങളുടെ എണ്ണവും റോകളുടെ എണ്ണവും സെയിം ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഡിസ്റ്റൻസ് മെട്രിക്സിനെ നമ്മൾ D0 എന്നാണ് വിളിക്കുന്നത്. D0. സോ ഗ്രാഫ് തരുന്നു, ഗ്രാഫ് നോക്കി നമുക്ക് ഓരോ വെർട്ടെക്സിൽ നിന്നും മറ്റൊരു വെർട്ടെക്സിലോട്ടുള്ള ദൂരങ്ങളെ ഡയറക്റ്റ്ലി നമ്മൾ എഴുതുന്നതിനെയാണ് D0 എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബേസ് ഡിസ്റ്റൻസ് മെട്രിക്സ് എന്ന് അതിനെ വിളിക്കുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് ഈ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു D0 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടാവും നമുക്കിവിടെ. ആ മെട്രിക്സ് ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ അടുത്ത മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. D1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. ആ D1 എന്ന് പറയുന്ന മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം മെട്രിക്സിന്റെ പേര് ഗ്രാഫിന്റെ പേര് 1 2 3 4 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ D0 നോർമലി ഈ ഗ്രാഫിനകത്തുള്ള ജസ്റ്റ് ഡിസ്റ്റൻസ് മാട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. ഇനി D1 എന്ന് പറയുന്ന മെട്രിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ നിന്ന് വേറൊരു വെർട്ടെക്സിൽ നിന്ന് 1ൽ കൂടെ ഡയറക്റ്റ് അല്ല പോകുന്നത്. നമ്മൾ ഡയറക്റ്റ് എൻട്രിന്ന് 1 തൊട്ട് 2 വരെ, 1ൽ നിന്ന് 3ലേക്ക്, 1ൽ നിന്ന് 4ലേക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് നോർമലി ഞാനൊരു ജസ്റ്റ് ഒരു റെഫറൻസ് ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ് മാട്രിക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുകയാണ്. ഇത് ഒരു മെട്രിക്സ് ആണ്. ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 1 2 ഇങ്ങോട്ടേക്ക് ഒരു ആരോ ഉണ്ട്. അടുത്തതിന് ശേഷം ഒരു 3 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നു, 4 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഡയറക്റ്റ് എൻട്രിയും കൂടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ആരോ 1ൽ നിന്ന് 4ലേക്കാണ്, 2ൽ നിന്ന് 1ലേക്കും കൂടെ ഒരു ആരോയും കൂടെ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ 2ൽ നിന്ന് 1ലേക്കും ഉണ്ട്, 1ൽ നിന്ന് 2ലേക്കും ഉണ്ട്. അപ്പൊ ഇതിന്ന് 2ൽ നിന്ന് 3ലേക്കാണ്, ഇത് 1ൽ നിന്ന് 3ലേക്ക് ഡയറക്റ്റ്, ഇത് 4ൽ നിന്ന് 3ലേക്ക് അല്ലെങ്കിൽ തിരിച്ച് 3ൽ നിന്ന് 4ലേക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ആരോസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കണ്ടോളുക. ഞാൻ വേണമെങ്കിൽ വേറെ കളറിൽ കൊടുക്കാം. ഇതിന്റെ ആരോ ഇങ്ങോട്ട്, ഇതിന്റെ ആരോ ഇങ്ങോട്ട്, ഇതിന്റെ ആരോ ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് ഡയറക്റ്റ് ഇങ്ങോട്ട്. സോ ഇതിന്റെ വെർട്ടെക്സിന്റെ എഡ്ജുകളുടെ ഇത് കൊടുക്കുകയാണ്, വാല്യൂസ് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു -2 കൊടുക്കുന്നു, ഇവിടെ ഒരു 3 കൊടുക്കുന്നു, ഇവിടെ ഒരു 1 കൊടുക്കുന്നു, ഇവിടെ ഒരു 6 കൊടുക്കുന്നു, ഇവിടെ ഒരു 2 കൊടുക്കുന്നു, ഇവിടെ ഒരു 4 കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട് മെട്രിക്സ് എഴുതുമ്പോഴത്തേക്ക് ഇത് 1 2 3 4, ഇവിടെ 1 2 3 4. എന്തിനാ അങ്ങനെ നമ്പർ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എത്ര വെർട്ടെക്സുകളുണ്ട്? 4 വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ 4 വെർട്ടെക്സിലേക്ക് അതിന്റെ ദൂരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 1. 1ൽ നിന്ന് 1ലേക്ക്. 1ൽ നിന്ന് 1ലേക്ക് എന്ന് പറഞ്ഞ് ദൂരം ഉണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് എന്ന് പറഞ്ഞ ദൂരം എത്ര? 0 തന്നെ. സോ 1ൽ നിന്ന് 1ലേക്ക് നമുക്ക് വെർട്ടെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0. ഇനി 1ൽ നിന്ന് 2ലേക്ക് ശ്രദ്ധിക്കുക. 1ൽ നിന്ന് 2ലേക്ക് എന്ന് പറയുന്ന ദൂരം നമ്മൾ അളക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും?
ഇങ്ങനെ പോകുന്നതാണ് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്. ശരിയാണല്ലോ. ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ ആരോ ശ്രദ്ധിക്കുക, ആരോ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇനി ഒന്നിൽ നിന്ന് മൂന്നിലേക്ക്, അതാണ് നമ്മളിവിടെ 1, 3. ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് ഡയറക്റ്റ് വല്ലതും ഉണ്ടോ എന്നാണ് ആദ്യത്തെ D0 നോക്കുന്നത്. ഡയറക്റ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഡയറക്റ്റ്ലി ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ D0 എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ട്. ഈ നടുക്കൂടെ വരുന്ന ഈ ലൈനെയാണ് നമ്മൾക്ക് വിരിക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഒന്നിൽ നിന്ന് നാലിലേക്കുണ്ടോ? ആരോ നോക്കണം. ഒന്നിൽ നിന്ന് രണ്ടിലേക്കുണ്ട്, മൂന്നിലേക്കുണ്ടത് ആരോ ഇങ്ങോട്ടായതുകൊണ്ടാണ് ഉള്ളത്. ഓക്കെ, അത് ഒന്നിൽ നിന്ന് ഇനി നാലിലേക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആരോ ഇങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒന്നിൽ നിന്ന് നാലിലേക്കുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -2. ഇതുപോലെ രണ്ടിൽ നിന്ന് ഒന്നിലേക്കുണ്ടോ? അടുത്ത നമുക്ക് ഈ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി അങ്ങനെയാണ് സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടിൽ നിന്ന് ഒന്നിലേക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൽ നിന്ന് ഒന്നിലേക്കുണ്ട്. അത് 3 എന്ന് പറയും. രണ്ടിൽ നിന്ന് രണ്ടിലോട്ട് എത്രയാ? അത് 0 ആണ്. രണ്ടിൽ നിന്ന് രണ്ടിലോട്ട് നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇനി രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ഉണ്ടോ? രണ്ടിൽ നിന്ന് ഒബ്വിയസ് ആയിട്ട് മൂന്നിലേക്കുണ്ട്. നമുക്കിവിടെ 6 എന്ന് പറയുന്ന വാല്യൂ ആണ് ഉള്ളത്. ഇനി രണ്ടിൽ നിന്ന് നാലിലേക്കുണ്ടോ? രണ്ടിൽ നിന്ന് നാലിലേക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. ഡയറക്റ്റ് ആയിട്ടില്ല. ഡയറക്റ്റ് ആയിട്ടില്ലാതെ പക്ഷെ രണ്ടിൽ നിന്ന് ഒന്നിൽ വന്നിട്ട് ഒന്നിൽ നിന്ന് നാലിലേക്ക് വരാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ഇവിടെ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ ആദ്യത്തെ ബേസിക് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. D0 ഡയറക്റ്റ് ഉള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഏറ്റവും ആദ്യത്തെ നോക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടിൽ നിന്ന് നാലിലേക്ക് നമുക്കൊരു ഡയറക്റ്റ് എൻട്രി അല്ലെ ഡയറക്റ്റ് ഗോ ത്രൂ എന്ന് പറയുന്ന സാധനം ഇല്ല. വി ഹാവ് ടു ഡിപ്പെൻഡ് എനി അതർ വൺ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ അത് എഴുതത്തില്ല. വി ജസ്റ്റ് കോൾ ഇറ്റ് ആസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ ഒരു സിമ്പൽ കൊടുക്കും. ഇൻഫിനിറ്റി അറിയില്ല, എല്ലാം നോട്ട് ഡിഫൈൻഡ്. അടുത്തത് മൂന്നിൽ നിന്ന് ഒന്നിലേക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നിൽ നിന്ന് ഒന്നിലേക്ക് ഡയറക്റ്റ്ലി എൻട്രി ഇല്ല, ആരോസ് ഒന്നും ഇല്ല. സോ വി കൺസിഡർ ആസ് ഇൻഫിനിറ്റി. ഇനി മൂന്നിൽ നിന്ന് രണ്ടിലേക്കുണ്ടോ? മൂന്നിൽ നിന്ന് രണ്ടിലേക്കും നമുക്കൊരു ഡയറക്റ്റ് എൻട്രി ഇല്ല. സോ വിച്ച് ഈസ് ഓൾസോ ഇൻഫിനിറ്റി. ഇനി മൂന്നിൽ നിന്ന് മൂന്നിലേക്കുണ്ടോ? അത് 0. മൂന്നിൽ നിന്ന് നാലിലേക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 ആണ്. അത് ഇവിടെ ഉണ്ട്. മൂന്നിൽ നിന്ന് നാലിലേക്കുള്ള 4നെ നേരെ പോകുന്ന ആരോ ശ്രദ്ധിക്കുക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി 4ൽ നിന്ന് 1ലേക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഡയറക്റ്റ്ലി ഇല്ല, തിരിച്ചേ ഉള്ളൂ. 4ൽ നിന്ന് 1ലേക്കില്ല, 4ലേക്കേ ഉള്ളൂ. 4ൽ നിന്ന് 2ലേക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇൻഫിനിറ്റി. 4ൽ നിന്ന് 3ലേക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇൻഫിനിറ്റി. 4ൽ നിന്ന് 4ലേക്ക് എന്ന് ചോദിച്ചാൽ അത് 0 ആണ്. 4ൽ നിന്ന് 4ലേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിലോട്ടെന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ആ D0 എന്ന് പറയുന്ന മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് D0 എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഗ്രാഫ് വരച്ചിരുന്ന ഗ്രാഫിൽ നിന്ന് എങ്ങനെ മെട്രിക്സ് എഴുതും എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ സമയത്ത് നമുക്ക് ഈ ഒരു മെട്രിക്സിന്റെ ഫോർമേഷൻ നമുക്ക് വളരെ ഉപകാരപ്പെടേണ്ട കാര്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെറിയ ടെക്നിക്ക്. ഇത് ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ പഠിച്ചാൽ മാത്രമേ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കേണ്ടതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു റാൻഡം എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റൻസ് മാട്രിക്സ് D0 കൺസ്ട്രക്ട് ചെയ്തത്. D0 എന്ന് പറയുന്നത് ഇനിഷ്യൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ആരോ എന്ന് പറയുന്ന ആ മെട്രിക്സിന്റെ ആ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദ ഡയറക്ഷൻ ആൻഡ് ഷുഡ് ബി കൺസിഡർ ടു കൺസ്ട്രക്ട് ദ മെട്രിക്സ് D0, the first matrix, the initial matrix D0. So we have to be careful about this edge weight and as well as direct ആയിട്ടുള്ള എൻട്രി മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ജസ്റ്റ് കൺസിഡറിങ് ഓൺലി ദ ഡയറക്റ്റ് എൻട്രി ടു ദ അനദർ വെട്രിക്സ്. അപ്പൊ 1 2 1 1 1 2 1 3 1 4. സോ നെക്സ്റ്റ് റോ ഈസ് 2 1 2 2 ആൻഡ് 2 2 എന്ന് പറയുമ്പോൾ 0 ആണ്. 2ൽ നിന്ന് 2ലേക്ക് അങ്ങനെ ഒരു സംഭവം ഡിസ്റ്റൻസ് ഉണ്ടോ? 2ൽ നിന്ന് 2ലേക്ക് എന്ന് പറഞ്ഞാൽ 0. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡയഗണൽ എൻട്രീസ് എന്തായിരിക്കും? ഇതിനെയാണ് നമ്മൾ ഡയഗണൽ എൻട്രി എന്ന് പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ +1 +2 ടൈമിലൊക്കെ നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകൾ ഉൾപ്പെടെ നമ്മൾ മെട്രിക്സിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ഇത് എല്ലാവരും കേട്ട് കാണുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഡയഗണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ ഡയഗണൽ ഉണ്ട്. ഈ ഡയഗണൽ എൻട്രി എല്ലാവരും 0 ആണ്. കാരണം ഡയഗണലിലല്ലേ വരുന്നത് 1 1 2 2 3 3 ആൻഡ് 4 4 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ അതെല്ലാം 0 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡിസ്റ്റൻസ് മാട്രിക്സിൽ അതെപ്പോഴും 0 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, സോ ഇത് ബേസിക് ആണ്. ബേസിക്സ് ഓഫ് ഫൈൻഡിങ് ഡിസ്റ്റൻസ്
ഓഫ് എ ഗ്രാഫ്, ഡിസ്റ്റൻസ്, ബേസിക് ഡിസ്റ്റൻസ് ഓഫ് എ ഗ്രാഫ്, അതായത് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, വാർഷാസ് അൽഗോരിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉള്ള നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ ആദ്യത്തെ ചുവടുപടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതിനുശേഷം നമ്മൾ ഒരു D1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. D1 എന്ന് പറയുന്ന മെട്രിക്സിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് ഗ്രാഫിനകത്തൂടെ വണ്ണിൽ കൂടെ കടന്നു പോകുന്ന വേറെ വണ്ണിൽ കൂടെ കടന്നു പോകുന്ന ബാക്കിയുള്ള കോംബോയൊക്കെ നോക്കണം. അപ്പൊ 2ൽ നിന്ന് 4ലേക്ക് 1ലേക്ക് കടന്നു പോകുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ 1ൽ കൂടെ കടന്നു പോകുന്ന പ്രോപ്പർട്ടിയാണ് 2ൽ നിന്ന് 4. അപ്പൊ D1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആകപ്പാടെ 2,4 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാനേ ഉള്ളൂ. 2,4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സ്ട്രാറ്റജിയാണ്. അത് നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അത് D0 എന്ന് പറയുന്ന മെട്രിക്സ് ഉപയോഗിച്ചു D1ൽ കൂടെ എങ്ങനെ കടന്നു പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, D1ൽ കൂടെ കടന്നു പോകുമ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് D0 ഓഫ് 2,1 പ്ലസ് D0 ഓഫ് 1,2,1,4 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ നമുക്ക് D0 ഓഫ് 2,4 എന്ന് പറയുന്ന ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം, അപ്പോഴേ അത് മനസ്സിലാവുന്നുള്ളൂ. കോമൺ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല, കൺഫ്യൂഷൻ വരുന്നില്ല. ഒരു പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്കത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതില് D1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നെക്സ്റ്റ് കണ്ടുപിടിക്കണം. അത് എന്താണ്? 1ൽ കൂടെ കടന്നു പോകുന്ന വെർട്ടെക്സുകളുടെ പോസിബിലിറ്റീസ് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കണം? D0 എന്ന് പറയുന്ന മെട്രിക്സ് മനസ്സിൽ നോക്കി അവിടെ ഉള്ള വാല്യൂസും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പുതിയൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. സോ D0 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടാവും ആദ്യം. അത് ഉപയോഗിച്ച് D1 എന്ന് പറയുന്ന പുതിയൊരു മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ 4 വെർട്ടിക്സസ് ഉണ്ടെങ്കിൽ 4 D3 കണ്ടുപിടിക്കണം. അടുത്തത് D2, ആദ്യം D2 കണ്ടുപിടിക്കുക, D3 കണ്ടുപിടിക്കുക, D4 എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. D4 തരുന്ന വാല്യൂവിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Dn എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിയററ്റിക്കലി n വെർട്ടിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4ആണ് n is equal to 4. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിന് n എന്ന് പറയുന്നത് 4ആണ്. ചിലപ്പോൾ 5 വെർട്ടിക്സസ് ഉണ്ടാവും. സോ n is equal to 5, n is equal to 6. അങ്ങനെയാണെങ്കിൽ D6 എന്ന് പറയുന്ന 6 വെർട്ടിക്സസ് ഉണ്ട്. D6 നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് എന്ത് തരും? നമുക്ക് ഫൈനൽ റിസൾട്ട് തരും എന്നാണ് ആര് പറയുന്നത്? ഫ്ലോയിഡ് വാർഷാൽസ് അൽഗോരിതം എന്ന് പറയുന്ന, ഫ്ലോയിഡ് ആണ് വാർഷാൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. സോ അയാൾ കണ്ടുപിടിച്ച ഒരു അൽഗോരിതമാണ്. സോ ആ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മെട്രിക്സ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് എ ഗ്രാഫ്, അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതമാണ് വാർഷാൽസ് അൽഗോരിതം. ഇത് ഓൾറെഡി ഡിജിസ്ട്രാക്സ് അൽഗോരിതം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അൽഗോരിതമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇതിലോട്ട് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവുകയാണെങ്കിൽ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്ലൈ, വളരെ ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ്. അപ്ലൈ വാർഷാൽസ് അൽഗോരിതം ഓൺ ഫോളോയിങ് ഗ്രാഫ്. അപ്പൊ അപ്ലൈ വാർഷാൽസ് അൽഗോരിതം ഓൺ ഫോളോയിങ് ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് പറഞ്ഞിരിക്കുന്നു we should have apply വാർഷാൽസ് അൽഗോരിതം ആൻഡ് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് വളരെ സൂക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ നോക്കിയാൽ തന്നെ ആരോ കണ്ടുപിടിക്കാൻ തന്നെ പാടുപെടും. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാതെ, ഇവിടുത്തെ 9 എന്ന് പറയുന്ന ആരോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ്, ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. 2ൽ നിന്ന് 6ലോട്ട് വന്നിരിക്കുകയാണ് ഇത്. ഇവിടുത്തെ ആരോ എന്ന് പറയുന്നത് 1ൽ നിന്ന് 4ലോട്ട് പോയിരിക്കുകയാണ്. ഇത് ഈ നടുക്കലത്തെ ആരോ എന്ന് പറയുന്നത് 3ൽ നിന്ന് 2ലോട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് ഒരു ആരോ കൊടുത്തിരിക്കുന്നത് എൻഡില്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇവിടുന്ന് 2ൽ നിന്ന് 4ലോട്ടാണ്, ഇവിടെ എന്താണ് 4ൽ നിന്ന് 3ലോട്ടാണ് ആരോ പോയിരിക്കുന്നത്. ആരോ ഒക്കെ ഡയറക്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇനി ഈ കറസ്പോണ്ടിങ് ഗ്രാഫിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് മാട്രിക്സ് ആണ് ഇവിടെ താഴത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം. D0 എന്ന് പറയുന്ന സാധനം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. 1, 2, 3, 4 എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ മെട്രിക്സ് എഴുതുമ്പോഴത്തേക്ക് ഇവിടെ 1, 2, 3, 4 എന്ന് ഒന്നുകൂടെ എടുത്ത് എഴുതുക. നമുക്കൊന്ന് നോക്കിക്കളയാം. 1ൽ നിന്ന് 1ലേക്ക് എന്തായിരിക്കും? ഉറപ്പായിട്ടും അത് 0 ആണ് എന്ന് നമുക്കറിയാം. ഇനി 1ൽ നിന്ന് 2ലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ആരോയാണ് നമുക്കുള്ളത്? ഈ ആരോയാണ് നമുക്കുള്ളത്. സോ ആ ആരോ ആണ് നമുക്കുള്ളത് കൊണ്ട് അതിനെ 9 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 9 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
അടുത്തത് നമുക്ക് 1 ൽ നിന്ന് 3 എന്ന് പറയുന്നതാണ് നമ്മളോട് ചോദ്യം. 1 ൽ നിന്ന് 3 എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ? 1 ൽ നിന്ന് 3 എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി, 1 ഇവിടെ കിടക്കുന്നു, 3 ഇവിടെ കിടക്കുന്നു. സോ 1 ൽ നിന്ന് 3 ആരോ ഉണ്ടോ? ആരോ ഉണ്ട്. ദാ ഈ ആരോയാണ്. സോ 1 ൽ നിന്ന് 3 ഉണ്ട്. അതിന്റെ വെയിറ്റ് എത്രയാ? -4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിനകത്ത് കാണണമെങ്കിൽ വളരെ പാടാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നോക്കി എഴുതാനായിട്ട്. ഓക്കെ, ഇപ്പൊ -4 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ൽ നിന്ന് 4 ഡയറക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. 1 ൽ നിന്ന് 2 1 ൽ നിന്ന് 3 പക്ഷെ 1 ൽ നിന്ന് 4 ഒരു ഡയറക്റ്റ് എൻട്രി ഇല്ല. സോ വി കൺസിഡർ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സിമിലർലി നമുക്ക് 2 ൽ നിന്ന് 1 എത്ര ഉണ്ട്? 2 ൽ നിന്ന് 1 എന്ന് പറയുന്നത് ഈ 6 ആണ് പോകുന്നത്. 2 ൽ നിന്ന് 1. സോ 6 എന്ന് പറഞ്ഞു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 6 എന്ന് പറഞ്ഞുണ്ട് നമുക്ക് എഴുതി. ഇനി 2 ൽ നിന്ന് 2 യൂഷ്വലി 0 ആണ്. 2 ൽ നിന്ന് 3 എത്രയാണ്? 2 ൽ നിന്ന് 3 ഒരു എൻട്രി ഇല്ല. പക്ഷെ നോക്കിയാൽ ഇവിടെ ഒരു ആരോ ഉണ്ട്, 3 കണക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ആരോ ഉണ്ട്. പക്ഷേ ഡയറക്റ്റ് ആരോ ഇങ്ങോട്ടാണ് ആരോ കിടക്കുന്നത്. 2 ൽ നിന്ന് 3 ഇല്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ അടുത്തത് 2 ൽ നിന്ന് 4 ഉണ്ടോ? ദേ നോക്ക്, 2ഉം 4ഉം കൂടെ കണക്റ്റഡ് ആണ്. പക്ഷെ അത് 2ഉം 4 തന്നെ ഡയറക്ഷൻ 2 ൽ നിന്ന് 4 ആയതുകൊണ്ട് നമുക്ക് 2 എന്ന് കൊടുക്കാം. സോ ഇവിടുത്തെ വെയിറ്റ് എത്രയാ? 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ആ കൊടുക്കുന്ന ഡിസ്റ്റൻസ്. ഇനി അടുത്തത് നമുക്ക് 3 ൽ നിന്ന് 1 എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഒന്നുമില്ല, തിരിച്ച് അങ്ങോട്ടേക്കില്ല. അങ്ങോട്ടേക്കില്ലാത്തത് കൊണ്ട് ഇൻഫിനിറ്റി അത്. അടുത്തത് 3 ൽ നിന്ന് 2 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഉണ്ട്. നടുക്കൂടെ പോകുന്ന ഈ ലൈൻ 3 ൽ നിന്ന് 2 ഹെഡ് ചെയ്തത് കൊണ്ട് അവിടുത്തെ വാല്യൂ എത്രയാ? 5 ആയതുകൊണ്ട് അത് 5 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് നമുക്ക് 3 ൽ നിന്ന് 3 0 ആണ്. ആസ് യൂഷ്വൽ 3 ൽ നിന്ന് 4 ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻഫിനിറ്റി. അടുത്തത് 4 ൽ നിന്ന് 1 ഇൻഫിനിറ്റി ആണ്. 4 ൽ നിന്ന് 2 പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല, ഇൻഫിനിറ്റി ആണ്. 4 ൽ നിന്ന് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ൽ നിന്ന് 3 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാ ഇവിടെ ഉണ്ട്. ദാ ഞാൻ ഈ പച്ച കളർ കൊണ്ട് മാർക്ക് ചെയ്യാൻ പോകുന്നതാണ്. 4 ൽ നിന്ന് 3 ആരോ എവിടെ വന്നിരിക്കുന്നത്? ഇവിടെയാണ് വന്നിരിക്കുന്നത്. സോ 4 ൽ നിന്ന് 3 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ, അതിന്റെ താഴത്തുള്ള എഡ്ജിന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് 1. ഇനി 4 ൽ നിന്ന് 4 എത്രയാ? 0. So we have completed the first step of the Warshall's algorithm, that is the construction of D0 matrix, that is the initial matrix, distance matrix. Initial distance matrix എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇനിഷ്യൽ ഡിസ്റ്റൻസ് മാട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനിഷ്യൽ ഡിസ്റ്റൻസ് മാട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് D1 എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. സോ അത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ മെട്രിക്സിനെ ഒന്ന് കട്ട് ചെയ്ത് അപ്പുറത്തോട്ടൊന്ന് കൊണ്ടുപോയി, ഈ ഒരു സാധനത്തിനെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയി കയ്യിലിരിക്കട്ടെ, എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തേക്കാം. സോ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്കൊന്ന് പോവാം. അടുത്ത സ്ലൈഡിലോട്ട് നമുക്കൊന്ന് പോകാം. അടുത്ത സ്ലൈഡിലോട്ട് നമ്മളൊന്ന് പോവുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ഒരു മെട്രിക്സ് ഇവിടെ ആ ഗ്രാഫിനെ ഞാൻ ഒന്നുകൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിനെ ഇവിടെ ഒന്നുകൂടെ കൊടുക്കുകയും നമ്മൾ D0 എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തെ പേജിലോട്ട് പോകണ്ടല്ലോ. സോ ഈ D0 നമുക്ക് കാണുകയും ചെയ്യാം. ഇനി നമുക്ക് D1 എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കളയാം. ഓക്കെ, അപ്പൊ D1 എന്ന് പറയുന്നത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 1 ൽ കൂടെ ആരൊക്കെ കടന്നു പോകുന്നുണ്ട്, എങ്ങോട്ട് കടന്നു പോകുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? D1 ൽ ഇവിടെ എങ്ങോട്ടൊക്കെ കടന്നു പോകുന്നുണ്ട്, മറ്റൊരു വെർട്ടെക്സിൽ നിന്ന് വേറെ എങ്ങോട്ടൊക്കെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്ലിയർ ആയോ? അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള വെർട്ടെക്സുകൾ 1 ൽ കൂടെ കടന്നു പോകത്തക്ക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന എയിം. അപ്പൊ 1 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ 1 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2, 4 അതിന്റെ ഇടയ്ക്ക് 1 എന്നുള്ള രീതിയിലുള്ള പോസിബിലിറ്റി ആണ് എടുക്കുന്നത്. അല്ലാതെ ഈ ഇമേജിനകത്ത് നോക്കി ഏതുവഴി കടന്നു പോകുന്നു എന്നുള്ളതല്ല നമ്മൾ എടുക്കുന്നത്. പോസിബിലിറ്റീസ് ആണ് 2ഉം 4ഉം. 2ഉം 4ന്റെ ഇടയ്ക്ക് 1 വരാം എന്നുള്ള രീതിയിൽ. അടുത്തത് പിന്നെ എത്രയൊക്കെ ഉണ്ട്? 2ഉം 3നും ഇടയ്ക്ക് 1 വരാൻ എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, 2, 3. അപ്പൊ 2ന്റെ പോസിബിലിറ്റീസ് കഴിഞ്ഞു. 1 എന്ന് പറയുന്ന ഒറ്റയാനെ മാറ്റി നിർത്തി
പിന്നെ 2ന്റെ ഇടയ്ക്ക് വരുന്ന 2, 3 ഉണ്ട്, 2, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി ആകപ്പാടെ ബാക്കിയുള്ളത് എത്ര മാത്രമേ ഉള്ളൂ? 3, 2 എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രം നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. 3, 2 എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കണം. 3, 2 എന്ന് പറയുന്ന ഓപ്ഷൻസ് നോക്കുക. 2, 4 എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. ഈ ഒരു രീതിയിൽ തിരിച്ചും മറച്ചുമുള്ള ഒരു രീതിയിലുള്ള വെർട്ടെക്സുകളുടെ ഒരു പോസിബിലിറ്റീസ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുക, 2, 3 എന്ന് പറയുന്ന സാധനം ഒന്ന് നോക്കിയേക്കുക. 2ൽ നിന്ന് 3ലേക്ക് പോകുന്നുണ്ടോ? അതിന്റെ ഇനിയാണ് നമ്മൾ ആരോ ശ്രദ്ധിക്കേണ്ടത്. ആരോ ശ്രദ്ധിക്കേണ്ടത് 2ൽ നിന്ന് 3ലേക്കുള്ള ആരോ നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ആരോ വന്നിട്ട് 2ൽ നിന്ന് 1ൽ കൂടെ 3ലോട്ട് പോകുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ക്ലിയർ ആയോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അതിനൊരു ഫോർമുല ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 1ൽ കൂടെ കടന്നിട്ട് 3ലോട്ട് വരുന്ന പോസിബിലിറ്റീസ്. സോ അതുകൊണ്ട് അതിനെ നമ്മൾ D1 of 2, 3 എന്ന് വിളിക്കാം. സ്ക്വയർ ബ്രാക്കറ്റോ നോർമൽ ബ്രാക്കറ്റോ ഇടാം. ഇതിനൊരു ഫോർമുല ഉണ്ട്, മിനിമം എന്നാ പറയുന്നത്. മിനിമം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഴുതാൻ പോകുന്ന വാല്യൂസിൽ ആരൊക്കെയാണോ കോമയിട്ട് എഴുതിയിരിക്കുന്നതിൽ മിനിമം, അതിൽ മിനിമം D0 of 2, 3 നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. D0 of 2, 3 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് 2, 3. ഡിസ്റ്റൻസ് ഓഫ് 2, 3 എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുന്നത് എന്താണോ അയാളെ നമ്മൾ ഇപ്പുറത്ത് ഫസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് ഒരു കോമ ഇടണം. എന്നിട്ട് D0 of 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? D0 of 2, 3 എന്താണോ ഉള്ള വാല്യൂ എന്നുള്ളത് നമുക്ക് എവിടുന്നാ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഇപ്പൊ പറയാവേ. അടുത്തത് എഴുതിയിരിക്കുന്ന കണ്ടോളുക. നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടുന്ന് 2ൽ നിന്ന് 1ലേക്കുള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് എവിടുന്ന കിട്ടത്തുള്ളൂ? D0 of 2, 1 എന്ന് പറയുന്ന വാല്യൂ. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് ഈ ഡയറക്റ്റ് എൻട്രി കിട്ടത്തുള്ളൂ? D0 of 1, 2, 1, 3 എന്ന് പറയുന്നത് ആഡ് ചെയ്താലേ നമുക്ക് ഈ ടോട്ടൽ ഈ ബ്രൗൺ കൊണ്ട് വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് പാത്തിന്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? D0 of 2, 1 പ്ലസ് D0 of 1, 3 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് നമുക്ക് മിനിമം ആയിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള സാധനം. അതിവിടെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്താ? മിനിമം സെറ്റ് D0 of 2, 3. അത് എവിടുന്ന് കണ്ടുപിടിക്കും? D0 of 2, 3 ഈ മെട്രിക്സിൽ പോയി നോക്കുക. താഴത്തെ ഈ മെട്രിക്സിൽ പോയി നോക്കുക. ആ മെട്രിക്സിൽ നമ്മൾ D0 of 2, 3 എന്ന് പറഞ്ഞാൽ 2, 3 മീൻസ് വിച്ച് ഈസ് ഇൻഫിനിറ്റി. കണ്ടോ? 2, 3 മീൻസ് ഇൻഫിനിറ്റി. 2, 3 ഇൻഫിനിറ്റി. 2, 3 പൊസിഷനിലുള്ള ആൾ ആരാണ് എന്ന് നോക്കി അതിനെ ഇൻഫിനിറ്റി എന്ന് എഴുതി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇൻഫിനിറ്റി കോമ 6. അടുത്തത് എത്രയാ? D0 of 2, 1. D0 of 2, 1 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. D0 of 2, 1 എത്രയാ? D0 of 2, 1 ഇവിടത്തെ വാല്യൂ ആണ് 6. അല്ലെങ്കിൽ ഇവിടെ തന്നെ നോക്കിയാൽ മതി. 2, 1 എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? -4 ആഡ് ചെയ്യുന്നു. അത് വേണേ മെട്രിക്സിൽ നിന്ന് തന്നെ നോക്കാം. അടുത്ത എത്രയാ നമുക്ക് വേണ്ടത്? 1, 3 എന്ന് പറയുന്നതാണ് വേണ്ടത്. 1, 3 എന്ന് പറഞ്ഞാൽ 1, 3 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കിട്ടുന്നത്. സോ 1, 3 ഈസ് ദാറ്റ് 4 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് -4 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് വരുന്നത്. സോ -4 എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ ഇടണം. -4 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് അവിടെ ഉള്ളത്. സോ അങ്ങനെ വരുമ്പോൾ മിനിമം സെറ്റിനകത്ത് ഇൻഫിനിറ്റി കോമ 2 എന്നാണ് വരുന്നത്. ഇതിലെ ഈ രണ്ട് പേരില് മിനിമം ആരാ? ഇൻഫിനിറ്റി എന്ന് പറയുന്ന വലിയ നമ്പറും അതിന്റെ 2 എന്ന് പറയുന്നതും മിനിമം എന്താണ്? 2ല് മിനിമം ആരായിരിക്കും? 2 ആയിരിക്കും വാല്യൂ. മിനിമം വാല്യൂ ഈസ് 2. സോ അങ്ങനെ നമ്മൾ D1 of 2, 3 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി D1 of 2, 4 എന്ന് പറയുന്ന സാധനം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ D1 of 2, 4 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കപ്പൊ എന്താ D1 of 2, 3 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി D1 of 2, 4. 2ൽ നിന്ന് 4ലോട്ട് ഡയറക്റ്റ്ലി വാല്യൂ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. കണ്ടോ? അപ്പൊ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ ഒരു കണക്ടിവിറ്റി നമുക്ക് നോക്കണം. അപ്പൊ ആ കണക്ടിവിറ്റി എന്ന് പറയുന്നത് 1ൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. 1ൽ കൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോംബോയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസക്തി ഒരു സാധനമുണ്ട്. അത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. 3ൽ നിന്ന് 2ലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മാർഗമുള്ളത്. 3ൽ നിന്ന് 2ലോട്ട് പോകണമെങ്കിൽ 3ൽ നിന്ന് 2ലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 2വിൽ വന്നിട്ട് കണ്ടോ അവിടുന്ന് നമുക്ക് എന്താണ് ഈ 2വിൽ നിന്ന്
എങ്ങോട്ട് പോകണം? ടു ഫോർ സോറി നമുക്ക് വാല്യൂവിലോട്ട് എങ്ങനെയാണ് വണ്ണിൽ കൂടെ സഞ്ചരിച്ച് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ വൺ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ ആരോയിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം 3യുടെ ഇടയ്ക്ക് ആരെ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. 3യിൽ നിന്ന് 2വിലോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ 3യുടെ ഇടയ്ക്ക് ആരെ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിന്തിച്ചു നോക്കുക, വൺ എന്ന് പറയുന്ന സാധനം ചെയ്തു നോക്കുക. ഈ ആദ്യത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആരോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിരുന്നു. അവിടെ ചെയ്തിരിക്കുന്ന കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. T1 ഓഫ് 2, 3 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഗ്രാഫ് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ ഗ്രാഫ് വരച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിനകത്തെ വാല്യൂസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി. D1 ഓഫ് 2, 3 നമ്മൾ എഴുതുമ്പോൾ ഫോർമുല എഴുതുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഗ്രാഫിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഫോർമുല ഇങ്ങനെ എഴുതുക, മിനിമം എന്ന് എഴുതുക, D0 എന്ന് എഴുതുക. ഈ 2, 3 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ 2, 3 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊടുക്കുക, കോമ ഇടുക. D0 ഓഫ് എന്താണ് 2ന്റെ ഇടയ്ക്ക് ഒരു 1 പ്ലസ് D0 1ന്റെ ഇടയ്ക്ക് ഒരു 3. ഇതാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, അതാണ് നമ്മുടെ ഫോർമുല. ഇനി 2, 4 നോക്കിക്കേ. 2, 4 D1 ഓഫ് 2, 4 എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? മിനിമം എന്ത് കൊടുക്കുക? D0 ഓഫ് 2, 4 കൊടുക്കുന്നു. അതിനുശേഷം D0 എഴുതിയിട്ട് 2, 1 എഴുതുന്നു. പ്ലസ് എന്താണ് D0 1, 4 എന്ന് എഴുതുന്നു. അപ്പൊ ഇത് എവിടെ നിന്ന് എഴുതും? D0 ഓഫ് 2, 4 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് നോക്കണം. ഈ മെട്രിക്സ് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഗ്രാഫ് അവിടെ കിടക്കട്ടെ, ഗ്രാഫിനകത്ത് വലിയ കാര്യമില്ല. മെട്രിക്സിൽ നിന്ന് നമ്മൾ 2, 4 എന്ന് പറയുന്ന സാധനം 2, 4 ഈസ് ഈക്വൽ ടു 2. കണ്ടോ, ഇവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂ വന്ന കണ്ടോ. സോ മിനിമം 2, അടുത്തത് എന്താണ്? അടുത്ത വാല്യൂ എന്താണ് നമുക്ക് വന്നിരിക്കുന്നത്? D0 ഓഫ് 2, 1. D0 ഓഫ് 2, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 1 ദാറ്റ് ഈസ് 6 എന്ന് പറയുന്ന വാല്യൂ പ്ലസ് അടുത്തത് D0 ഓഫ് എന്താണ് 2, 1, 2, 1, 3 എന്ന് പറയുന്ന സാധനമാണ്. D0 ഓഫ് 1, 3 സോറി D0 ഓഫ് 1, 4. D0 ഓഫ് 1, 4 എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് വരുന്നത്. D0 ഓഫ് 1, 4 2, 1 എഴുതിയിട്ട് 1, 4 എന്ന് പറയുന്ന ഇത് കണ്ടുപിടിക്കണം. സോ 1, 4 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ 6 പ്ലസ് ഇൻഫിനിറ്റി ആണ് നമുക്ക് വരുന്നത്. 6 പ്ലസ് ഇൻഫിനിറ്റി ഈസ് എ ബിഗർ നമ്പർ. സോ ഇതൊരു ബിഗർ നമ്പർ ആണ്. 6 പ്ലസ് ഇൻഫിനിറ്റി. ഇതിലെ ഏറ്റവും ചെറുതാരാ? 2. സോ എഗെയിൻ ഇറ്റ് ഈസ് 2. കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പൊ 2, 3, 2, 4. ഇനി 3, 2 എന്ന് പറയുന്ന മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 3, 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ 3, 2 എന്ന് പറയുന്നത് D1 ഓഫ് 3, 2 എന്ന് പറയുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? മിനിമം എഴുതുന്നു, സെറ്റ് സിമ്പൽ കൊടുക്കുന്നു, D0 ഓഫ് 3, 2 എഴുതുന്നു, D0 ഓഫ് 3, 1 കൊടുക്കുന്നു, പ്ലസ് D0 ഓഫ് 1, 2 കൊടുക്കുന്നു. കണ്ടോ, അപ്പം എന്താണ് ശ്രദ്ധിച്ചു നോക്കുക. ഈ 3, 2 എന്ന് പറഞ്ഞ് D0 എഴുതിക്കൊണ്ട് 3, 2 കൊടുക്കുന്നു, കോമ ഇടുന്നു. ഈ 3ക്കും 2നും ഇടയ്ക്ക് ഒരു 1 കൊടുക്കുമ്പോൾ 3 തൊട്ട് 1 വരെ D0, 1 തൊട്ട് 2 വരെ D0. അപ്പൊ അത് എവിടെ നോക്കി എഴുതും? മെട്രിക്സ് നോക്കി എഴുതും. അപ്പൊ മിനിമം നമ്മൾ എന്താണ് എഴുതുന്നത്? മിനിമം ഓഫ് എന്താണ്? D0 ഓഫ് 3, 2. D0 ഓഫ് 3, 2 ഈസ് ഈക്വൽ ടു 5, എന്താണ് D0 ഓഫ് 3, 1? 3, 1 ഈസ് ഇൻഫിനിറ്റി. 3, 1 ഈസ് ഇൻഫിനിറ്റി എന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 3, 1 ഈസ് ഇൻഫിനിറ്റി. 3, 1. അപ്പൊ ഏതാണ്? 3യിൽ നിന്ന് 1ലോട്ട് എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഇതാണ്. അപ്പൊ ഇൻഫിനിറ്റി ആണ് വന്നിരിക്കുന്നത്. സോ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നു. പ്ലസ് നമുക്ക് എന്താണ്? D0 ഓഫ് 1, 2. D0 ഓഫ് 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ഈസ് 9. ഇൻഫിനിറ്റി പ്ലസ് 9 ഈസ് അഗെയിൻ എ ബിഗർ നമ്പർ. അതിലെ മിനിമം 5 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 5 കിട്ടും. ക്ലിയർ ആയോ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ കാൽക്കുലേറ്റ് ഫോർ അതർ വെർട്ടിസസ്. ബാക്കിയുള്ള വെർട്ടിസസിലും കാൽക്കുലേറ്റ് ചെയ്യണം. ഇതുപോലെ അടുത്തതും കണ്ടുപിടിക്കണം. D0 ഓഫ് നമുക്ക് 3 ഇവിടെ 2, 4 കണ്ടുപിടിച്ചിട്ടുള്ളൂ. അടുത്തത് 3, 2 കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തത് എന്ത് ചെയ്യണം? അങ്ങോട്ടുള്ളതെല്ലാം കണ്ടുപിടിക്കുന്നു. 2, 3 കണ്ടുപിടിക്കുന്നു, 2, 4 കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3, 2 തിരിച്ചുള്ളത് കണ്ടുപിടിക്കുന്നു, 4, 2 തിരിച്ചുള്ളത് കണ്ടുപിടിക്കുന്നു. ഇതിന് ശേഷം ഇനി ആൾക്കാരുണ്ട്. ആരാണ്? ഇനി എത്ര പേരുണ്ടെന്നുള്ളത് നോക്കണം. ആ പോസിബിലിറ്റി ഉണ്ട്. 3, 4 കണ്ടുപിടിക്കണം. അതുപോലെ 4, 3യും കണ്ടുപിടിക്കണം. അപ്പൊ 3, 2 കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 3, 2 കണ്ടുപിടിച്ചിട്ടുണ്ട്, 2, 4ഉം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 4, 2 എഴുതിയിട്ടില്ല. 4, 2 ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുമില്ല. മനസ്സിലായില്ലേ? 4, 2 ഇനി കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ എന്ത് കണ്ടുപിടിക്കാനുണ്ട്? 2, 4 കണ്ടുപിടിക്കാനുണ്ട്. ഇങ്ങനെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ 3യിൽ നിന്ന് 4ലോട്ടുള്ളതും കണ്ടുപിടിക്കാനുണ്ട്, 4ൽ നിന്ന് 3ലോട്ടും കണ്ടുപിടിക്കാനുണ്ട്. ഇനി 3 എണ്ണം കൂടെ കണ്ടുപിടിക്കാനായിട്ടുണ്ട്.
ഈ 3 കൂടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ പുതിയ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. ആ പുതിയ മെട്രിക്സിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന വാല്യൂസ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് ഞാൻ പോവുകയാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും D1 എന്ന് പറയുന്ന മെട്രിക്സിനെ കുറിച്ച് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. D1 എന്ന് പറയുന്ന മെട്രിക്സ് ദാ ഇങ്ങനെയായിട്ട് കിട്ടും. D1 എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതുന്ന പൊസിഷൻ ആണ്. D1 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ D1 of 1 1 is again 0. D1 of 1 2 എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെ പോലെ തന്നെയാണ്. നമ്മൾ 2 നേരത്തെ കണ്ടുപിടിച്ച ആ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള വാല്യൂസ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് എന്താണ് നമുക്ക് ചേഞ്ച് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തൊട്ടേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ വല്ലതും ചേഞ്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. ഞാൻ ഈ ഒരു മെട്രിക്സ് എടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അടുത്ത പേജിലോട്ട് വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഇവിടുന്ന് നമുക്ക് എന്താണ് എന്ന് നോക്കുക. 1 നിന്ന് ഉള്ള 1 എന്ന് പറയുന്നതിന്റെ മെട്രിക്സ് അതേപോലെ തന്നെ ക്രിയേറ്റ് ആയി വരും. ഒരു ചേഞ്ചും ഉണ്ടാവില്ല D1-നകത്ത്. കാരണം 1ന്റെ കൂടെ പോകുന്നത് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി 2 എന്ന് പറയുന്നതിനും ചേഞ്ച് ഇല്ല. കാരണം 2 1 ഡയറക്ട്ലി കണക്റ്റഡാ. അത് പ്രത്യേകിച്ച് നോക്കാനില്ല. 2 എന്ന് പറയുന്നത് ഓൾറെഡി 0 ആണ്. നമുക്ക് എന്താണ് ചേഞ്ച് ആയത്? 2 3 എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. 2 3ക്കാണ് 2 1 3 എന്ന് പറയുന്ന പോസിബിലിറ്റി ഉള്ളൂ. 2ൽ നിന്ന് 1ലേക്ക് ഓൾറെഡി അത് 2 1 ആണ്. അത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് 1നെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെ ഉള്ളൂ? അത് 2ഉം 3ഉം ആണ്. സോ 2ഉം 3യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 2 3 എന്ന് പറയുന്ന ആ 2 3 എന്ന് പറയുന്ന വാല്യൂ എത്രയായിരുന്നു? D1 of 2 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ ആണ് ഇത്. അതിനെ പുതിയ ഇതിൽ വരുമ്പോഴത്തേക്ക് ആ വാല്യൂ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ മെട്രിക്സിൽ റീപ്ലേസ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത്. സോ അത് മാത്രം മാറുന്നുണ്ട്. ഇൻഫിനിറ്റി മാറി ഇവിടെ 2 ആവും. അടുത്തത് 2 4 നമുക്ക് ഓൾറെഡി 2ൽ നിന്ന് 4ലോട്ട് എന്നുള്ള വാല്യൂസും നമുക്ക് ഓൾറെഡി 2 ആയിരുന്നു. പക്ഷേ ആ 2 തന്നെ റീപ്ലേസ് ചെയ്യുന്നതല്ല. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പില് D1 of 2 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1 of 2 4 ഓൾറെഡി നമുക്ക് കിട്ടിയതും 2 തന്നെ ആയതുകൊണ്ട് 2 റീപ്ലേസ് ആയി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ 2 എന്ന് പറയുന്ന സാധനം ഒന്നുകൂടെ റീപ്ലേസ് ആയി വന്നേ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ ഓൾറെഡി നേരത്തെ മെട്രിക്സിലും 2 ആയിരുന്നു. പക്ഷെ അത് നോക്കാൻ പാടില്ല. നമ്മൾ പുതിയ കണ്ടുപിടിച്ചത് മാത്രം റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അടുത്തത് 3 1 എന്ന് പറയുന്നത് മാറ്റമൊന്നുമില്ല. 3ഉം 1ഉം ഡയറക്റ്റ് ആണ്. 3ക്കും 1നും ഇടയ്ക്ക് ആരും ഇല്ലല്ലോ. 1 ഡയറക്റ്റ് ആണ്. സോ അത് ഓൾറെഡി ഉള്ളത് കൊണ്ട് എന്താണ് ഇൻഫിനിറ്റി തന്നെ റീപ്ലേസ് ചെയ്യുന്നു. 3 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പ്. 3 2 ഓൾറെഡി നമുക്ക് കണ്ടുപിടിച്ചതും 5 തന്നെ. ഇവിടെ കിട്ടിയ നേരത്തേതും 5 തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കുമായിരുന്നു ചെയ്തേ. സോ അതുകൊണ്ട് കണ്ടുപിടിച്ച വാല്യൂ ആണ് എഴുതിയത്. നമ്മളിപ്പോ കണ്ടുപിടിക്കുമ്പോൾ ഒരു 4 ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ 4 ഇവിടെ എഴുതാവുള്ളൂ. ഇവിടെ 5 ആണെങ്കിൽ പോലും ഇവിടെ 4 എഴുതാവുള്ളൂ. സോ റീപ്ലേസിങ്. അടുത്തത് 0 തന്നെ, വ്യത്യാസമൊന്നുമില്ല. 3 4 3ൽ നിന്ന് 4ലേക്കുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടായിരുന്നു. 3ൽ നിന്ന് 4ലേക്കുള്ളത് നമ്മൾ കണ്ടുപിടിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടുപിടിച്ച് നോക്കണം, നിങ്ങൾ തന്നെ നോക്കണം. അപ്പൊ 3 2 in 4 എന്ന് പറയുന്നത് ഇവിടെയും ഇൻഫിനിറ്റി ആണ് കിട്ടിയത്. നമുക്ക് മിനിമം സെറ്റിനകത്ത് ഇൻഫിനിറ്റി എന്നായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. എന്ത്? D1 of 3 4 എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ വരാനാണ് ചാൻസ്. D1 of 3 4 വരാൻ ചാൻസ് ഇങ്ങനെയാണ്. മിനിമം ഓഫ് ഇൻഫിനിറ്റി വിച്ച് ഈസ് ഇൻഫിനിറ്റി. രണ്ടിന്റെ ഇൻഫിനിറ്റി എന്നുള്ള രീതി വരും. അടുത്തത് 4 1 എന്ന് പറയുന്നത് ഇവിടെയും മാറ്റമില്ല. കാരണം 1ഉമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. 4 2 എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഇൻഫിനിറ്റി തന്നെ വരുന്നുണ്ട്. അതും ചിലപ്പോൾ ഞാനിപ്പോ പറഞ്ഞതുപോലെ മിനിമം ഓഫ് ഇൻഫിനിറ്റി വരാൻ ചാൻസ് ഉണ്ട്. സോ അത് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ 4 3 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. 4 3 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? അത് 1 ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും തന്നെ അത് തന്നെ 1 ആയിരുന്നു. ഓൾറെഡി ഉണ്ടായിരുന്നത് 1 ആയിരുന്നു. അത് തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് മെത്തേഡ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. അത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 ഇവിടെ കിട്ടുന്നു.
അടുത്തത് 0 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി 4 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഡയഗണൽ എൻട്രി ഈസ് ഓൾവേസ് 0. അത് ഉറപ്പിച്ച് നമുക്ക് എഴുതാം. ഇങ്ങനെ നമുക്ക് D1 എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. അപ്പൊ D1 കിടപ്പുണ്ടല്ലോ. ഇനി D2 കണ്ടുപിടിക്കണം. D2 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുമ്പോൾ വളരെ വീണ്ടും ശ്രദ്ധിക്കുക. D2 ഓഫ് 1 3 2 ആണല്ലോ. 2 ആവുമ്പോൾ D2 എന്ന് പറഞ്ഞാൽ 2വിൽ കൂടെ കടന്നു പോകുന്ന രീതി. 2വിൽ കൂടെ കടന്നു പോകുമ്പോൾ 2വിന്റെ ഇടയ്ക്ക് വരാനുള്ള ചാൻസസ് ആരൊക്കെയാ ഉള്ളത്? 1 3യുടെ ഇടയ്ക്ക് 2 വരാം, 3 1ന്റെ ഇടയ്ക്ക് 2 വരാം. അടുത്ത പോസിബിലിറ്റി ഏതാ? ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് 4ന്റെ വെച്ചിട്ട് 3 4 3യും 4ഉം തമ്മിലുള്ളത് 3 4ന്റെ ഇടയ്ക്ക് 1 വരാം, 4ഉം 3ക്കും ഇടയ്ക്ക് 1 വരാം. ഇനി ആരാ ഉള്ള ചാൻസ്? 4ഉം 2. സോ 4ഉം 2നും ഇടയ്ക്ക് 4ഉം 1നും ഇടയ്ക്ക് 2 വരാം. അപ്പൊ നടുക്ക് വരുന്ന ആളാണ് 4ഉം തിരിഞ്ഞു പോയല്ലോ, 1 അല്ലല്ലോ വരണ്ടേ, 2 അല്ലേ. സോ 2 വരുന്നതാണ് എഴുതേണ്ടത്. ഇവിടെ ഞാൻ തെറ്റിപ്പോയെ, ശ്രദ്ധിക്കണം. 2 വരുന്നതാണ് ഇവിടെ ശ്രദ്ധിച്ച് എഴുതേണ്ടത്. ഇവിടെ 2 ആണ് എഴുതുന്നത്. 2 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 4നും 3ക്കും ഇടയ്ക്ക് 2 വരാം, 4നും 3ക്കും ഇടയ്ക്ക് 2 വരാം. ഇനി അടുത്ത ആരൊക്കെ ഉണ്ട്? 1ഉം 3 എഴുതി, 3യും 1ഉം എഴുതി. ഇനി 4ഉം 3യും എഴുതി, 3യും 4ഉം എഴുതി. ഇനി ആരെയൊക്കെയാ നമുക്ക് എഴുതാനുള്ളത്? 1ഉം 4ഉം. അപ്പൊ 1ഉം 4നും ഇടയ്ക്ക് 2 വരാം, 4ഉം 1നും ഇടയ്ക്ക് 2 വരാം. അപ്പൊ ഈ പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കണ്ടേ. ഇവിടെ അതിന്റെ 3 പോസിബിലിറ്റി മാത്രം കൊടുക്കുന്നു. ബാക്കി സിമിലർലി കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിന്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ D1 എന്ന് പറയുന്ന ഗ്രാഫ് നമ്മുടെ ഈ മെട്രിക്സ് നോക്കിയാണ്, ഈ മെട്രിക്സ് ആണ് ഇനി നോക്കേണ്ടത്. ആ മെട്രിക്സ് നോക്കുമ്പോൾ D2, 1 3 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ട ഫോർമുല ശ്രദ്ധിക്കുക. D2, 1 3 എന്ന് പറയുമ്പോൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. D1 എന്ന് എഴുതണം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 0 വരും. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ D1 ഓഫ് 1 3, D1 ഓഫ് എന്താണ് എഴുതുന്നത്? 1 3 ആണ് എഴുതുന്നത്. 1 3 ആണെങ്കിൽ നടുക്ക് 2. സോ 1 2 പ്ലസ് D1 ഓഫ് 2 3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. സോ ഈ ഫോർമുല ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിനിമം D1 ഓഫ് 1 3. അപ്പൊ 1ഉം 3യും തമ്മിലുള്ള കണക്ടിവിറ്റി ഇവിടെ നോക്കുക. 1ഉം 3യും കൂടെ കണക്ടിവിറ്റി 4 ആണ്. സോ -4 ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ കണക്ടിവിറ്റി അവിടെ എഴുതി. അടുത്തത് D1 ഓഫ് 1 2. D1 ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം തമ്മിലുള്ള കണക്ടിവിറ്റി, ദാറ്റ് ഈസ് 9 പ്ലസ് D1 ഓഫ് 2 3. D1 ഓഫ് 2 3 എത്രയാ വന്നിരിക്കുന്നത് നോക്കുക. D1 ഓഫ് 2 3 എത്രയാ? 2ഉം 3യും തമ്മിലുള്ള കണക്ടിവിറ്റി, ദാറ്റ് ഈസ് 2. സോ ഇതാണ് കിട്ടുന്നത്. മിനിമം ഓഫ് ഇത് എത്രയാ? ഏറ്റവും ചെറിയ വാല്യൂ -4 ആയതുകൊണ്ട് -4 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. കണ്ടോ? ഇത് അതുപോലെ തന്നെ നമുക്ക് ആ ആൻസറിൽ നമുക്ക് ഇത് -4 കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഇല്ലാത്ത ഒരു പോസിബിലിറ്റി നോക്കാം. 1 3 കണ്ടുപിടിച്ചു, 1 4 കണ്ടുപിടിച്ചു, 3 1 അവര് കണ്ടുപിടിച്ചു. അപ്പം ഇവര് രണ്ടുപേരും തീർന്നു. ഇനി നമുക്ക് 4 1 എന്ന് കണ്ടുപിടിച്ച് നോക്കാം. 4 1 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? D2 ഓഫ് 4 1 ഈസ് ഈക്വൽ ടു, ഇവിടെ ഇല്ലാത്ത ആളാണ്, ഇവിടെ എഴുതാത്ത ഒരാളെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആ പോസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം. നോട്ടിൽ ചെയ്ത് നോക്കി കൺവിൻസ് ആവണം. ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കത്തില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ മനസ്സിനെ കൺവിൻസ് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ D2 ഓഫ് 4 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല എഴുതുന്നത് എങ്ങനെയാ? മിനിമം D1 ഓഫ് 4 1 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, D1 ഓഫ് 4 2 പ്ലസ് D1 ഓഫ് 2 1 എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. കാരണം 4 1ന്റെ ഇടയ്ക്ക് 2 വരുന്ന രീതിയിലാണ്. 4ന്റെ ഇടയ്ക്ക് 2 ആണ് വരേണ്ടത്, അതുകൊണ്ടാണ് 2 കൊടുക്കുന്നത്. 4 2 2 1. അപ്പൊ എന്താണ് മിനിമം ഓഫ് D1 ഓഫ് 4 1? 4 1 ഇൻഫിനിറ്റി ആണ് മിനിമം. അപ്പൊ കണ്ടോ, മിനിമം എന്താണ്? 4 1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, D1 ഓഫ് 4 2 D1 ഓഫ് 4 2 എന്ന് പറഞ്ഞാൽ 4 2 ഈസ് അഗെയിൻ ഇൻഫിനിറ്റി. സോ ഉറപ്പിച്ചു, ഇൻഫിനിറ്റി പ്ലസ് എത്ര വാല്യൂ വന്നാലും D1 ഓഫ് 2 1 ആണ് നമുക്ക് അടുത്ത് കിട്ടുന്നത്. D1 ഓഫ് 2 1 എന്ന് പറഞ്ഞാൽ എത്രയാ? D1 ഓഫ് 2 1 ഈസ് 6 ആണ് കിട്ടിയിരിക്കുന്നത്. 2 1 ഈസ് 6. 6 ഇൻഫിനിറ്റിയോട് എത്ര 6 ആഡ് ചെയ്താലും നമുക്ക് മിനിമം എന്താ? മിനിമം ഓഫ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് തന്നെ കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ D2 ഓഫ് 4 1 നമുക്ക് ഇവിടുത്തെ വാല്യൂ ഇൻഫിനിറ്റി തന്നെയാണ്.
D1ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻഫിനിറ്റി കോമ ഇൻഫിനിറ്റി വരാമെന്ന്. ഈ D1 എഴുതുന്ന സമയത്ത് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ D2O41 എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഈ 41 എന്ന് പറഞ്ഞ ഇവിടുത്തെ ഈ മെട്രിക്സിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഈ പൊസിഷനിലുള്ള ആള് ഇൻഫിനിറ്റി ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കേട്ടോ, ഇങ്ങനെ നിങ്ങൾ എന്തും കണ്ടുപിടിക്കണം. ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ ചെയ്യാനില്ല. ഇപ്പൊ 4 ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇനി 2 കൂടെ കാണും. 2 ഉള്ള ആ 2 കോംബോയും കൂടെ കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് എഴുതും? അത് ഉപയോഗിച്ച് നമ്മൾ ഈ മെട്രിക്സ് എഴുതുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടുത്തെ വാല്യൂ ഇൻഫിനിറ്റി ആയിരുന്നു, പക്ഷെ ഇവിടെ 11 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. 11 എന്ന് പറയുന്ന വാല്യൂ വന്നത് 14 കണ്ടുപിടിച്ചപ്പോൾ 11 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതാണ് റീപ്ലേസ് ആയിട്ട് മാറിയിരിക്കുന്നത്. കണ്ടോ? അങ്ങനെ റീപ്ലേസ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ മാത്രം ആ പൊസിഷൻ അനുസരിച്ച് 13, 14, 31 ആ പൊസിഷൻ അനുസരിച്ച് 13 ആണെങ്കിൽ 13യുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക, 13. സോ -4, ആ -4 ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുന്നു. ആ പൊസിഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. അപ്പൊ അടുത്തത് 14 മീൻസ് 1 ഇവിടെ, റോ ഇവിടെ 4. അപ്പൊ 11 എന്ന് പറയുന്ന ആളെ ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യണം. ഈ മെട്രിക്സ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നീട് പുതിയ മെട്രിക്സ് ആണ്. ആ പുതിയ മെട്രിക്സ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കി കണ്ടുപിടിച്ച് കൃത്യമായിട്ട് എഴുതണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് D2 കിട്ടുന്നു, ഇതുപോലെ D3 കണ്ടുപിടിക്കുന്നു, ഇതേ മെത്തേഡ് D3 കണ്ടുപിടിക്കുന്നു, ഇതേ മെത്തേഡ് നമ്മൾ D4 കണ്ടുപിടിക്കുന്നു. ഇത് കുറച്ച് അങ്ങനെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന് ഒരു ഗ്രാഫ് വന്നിട്ട് വാർഷാൽസ് അൽഗോരിതം ചോദിക്കാം. ഇല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വാർഷാൽസ് അൽഗോരിതം എന്നായിരിക്കും ചോദിക്കുന്നത്. എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റെപ്പും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറിയൊരു ഗ്രാഫും പഠിച്ചു വെച്ചിട്ട് ഈ മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സാമ്പിളും കൂടെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ കൊടുക്കുന്നത്. ആ മെത്തേഡ് ജസ്റ്റ് ആ ഒരു സെന്റൻസ് അവിടെ പഠിക്കുന്നു, ഈ ഒരു ഗ്രാഫിനെ നിങ്ങൾ പഠിക്കുന്നു, ഈ ഗ്രാഫ് വെച്ചിട്ടുള്ള ഈ ഒരു പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം D4 ഓഫ് 12 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നു. 12 എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നു. 12 എന്ന് പറയുന്ന വാല്യൂ 1 എന്ന് കിട്ടുന്നു. അപ്പം D4 ഗീവ്സ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ എനി 2 വെർട്ടിസസ്. ഏത് 2 വെർട്ടിസസുകൾക്കിടയ്ക്കും നമുക്ക് ഗ്രാഫിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം വെർട്ടെക്സ് 1 to 2 എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഏറ്റവും അവസാനത്തെ മെട്രിക്സ് കിട്ടുന്നതാണ് നമ്മുടെ ഓരോ വെർട്ടെക്സിൽ നിന്നും മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇൻഫിനിറ്റികളെല്ലാം ഇവിടെ പോയി, കണ്ടോ? ഇൻഫിനിറ്റികളെല്ലാം പോയിട്ട് 2 വെർട്ടെക്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് കിട്ടുന്നു. ആ 2 വെർട്ടെക്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന D4 എന്ന് പറയുന്ന പൊസിഷനിലുള്ള വെർട്ടെക്സ്, ആ പൊസിഷനിൽ കിട്ടുമ്പോൾ ഈ മെട്രിക്സിൽ നിന്ന് നമുക്ക് 1ൽ നിന്ന് 1ലേക്ക് എത്രയാണ്? 0 എന്ന് എഴുതാം. 1ൽ നിന്ന് 2ലേക്ക് എത്രയാണെന്ന് എഴുതാം? 1 ആണെന്ന് എഴുതാം. 1ൽ നിന്ന് 3ലേക്ക് എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ്? 1ൽ നിന്ന് 3ലേക്ക് -4 ആണ്. 1ൽ നിന്ന് 4ലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ്? 3 ആണ്. അതുപോലെ 4ൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് 12 ആണ്. അത് ഇവിടുന്ന് കണ്ടുപിടിക്കാം. അതുപോലെ 3ൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ വരുന്നത്? അത് ഇവിടെ 3ൽ നിന്ന് 4ലേക്ക് എന്ന് പറയുമ്പോൾ 4ാമത്തെ പൊസിഷനിൽ എത്രയായിരുന്നു? അത് 7 ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഈ അവസാനത്തെ മെട്രിക്സിൽ കിട്ടുന്നതാണ് നമ്മുടെ. അതെന്തുകൊണ്ടാണ് 4 വന്നത്? 4 വെർട്ടെക്സുകളേ ഉള്ളൂ. 1, 2, 3, 4. 4 വെർട്ടെക്സ് ആണ്. ആ 4 വെർട്ടെക്സുകളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെട്രിക്സ് ആണ് D4ൽ കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെത്താനെ ഈ ഒരു മെത്തേഡ്, ആദ്യത്തെ 2 മെത്തേഡ് കൃത്യമായിട്ട് കിട്ടിയാൽ 3ാമത്തെ മെത്തേഡ് ഈസ് വെരി സിമ്പിൾ. 4ാമത്തെ മെത്തേഡിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ. 2 എണ്ണം വെച്ച് ആദ്യം കാണിച്ചു തന്നു, 3 എണ്ണം വെച്ച് കാണിച്ചു തന്നു, പിന്നെ ഓരോന്നേ കാണിച്ചു തന്നിട്ടുള്ളൂ. അതിനുശേഷം സിമിലർലി കാൽക്കുലേറ്റ് ഫോർ അതർ പെയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് എക്സർസൈസ്. It's an exercise and every student should have to convince your mind with a practice. അത് പ്രാക്ടീസ് ചെയ്യുക. ഈ മെത്തേഡ് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ആലോചിച്ച് നോക്കി മനസ്സിലാക്കി ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി. ആ എഫർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ വാർഷാൽസ് അൽഗോരിതം. ഈ അൽഗോരിതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ യൂണിറ്റിലുണ്ട്. ഇത് ഓൾറെഡി വാർഷാൽസ് അൽഗോരിതം BCA പഠിച്ച കുട്ടികൾക്കുണ്ടെങ്കിൽ BCAക്ക്
വാർഷാൽസ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ള സാധനമായിരുന്നു. ഇതുണ്ടായിരുന്നു സിലബസിൽ, BCA സിലബസ് ഉണ്ടായിരുന്നു. റിവേഴ്സ് സിലബസിന് മുമ്പ് ഉള്ള BCA സിലബസിൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ സിലബസിൽ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്കും ഇത് മനസ്സിലുണ്ടാവണം. കാരണം അവരുടെ മാത്തമാറ്റിക്സ് സിലബസിൽ, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ സിലബസിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു വാർഷാൽസ് അൽഗോരിതം. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ വാട്ട് ഈസ് ബൂളിയൻ ഓൾജിബ്ര? ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് എ ബൂളിയൻ ഓൾജിബ്ര എന്ന് ചോദിക്കാം. അപ്പൊ ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഓൾജിബ്രായിക് സ്ട്രക്ചർ. അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ബൂളിയൻ ഓൾജിബ്ര ആവണമെങ്കിൽ ബൂളിയൻ ഓൾജിബ്ര ഈസ് ആൻ ഓൾജിബ്രായിക് സ്ട്രക്ചർ. ആ ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതൊരു ഓൾജിബ്രായിക് രൂപമാണ്. സ്ട്രക്ചർ മീൻസ് ഇറ്റ്സ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു കോടാലി കിട്ടുവാണെങ്കിൽ കോടാലിയുടെ സവിശേഷതകൾ അറിയാം. അതിന്റെ താഴെ ഒരു വുഡൻ പിടി ഉണ്ടാവും, അതിനൊരു ലോക്ക് ഉണ്ടാവും, പിന്നെ അതിന്റെ നമ്മൾ മൂർച്ചയേറിയ ഒരു അയൺ കണ്ടന്റ് ഉണ്ടാവും. ശരിയല്ലേ? സോ ഇറ്റ്സ് എ കൺസ്ട്രക്ഷൻ, അതായത് ജസ്റ്റ് ഒരു സാധനം ആണ്. ആ ഒരു കൺസെപ്റ്റ് വൈസ് ഇറ്റ്സ് എ ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്താൽ ഒരു ബൂളിയൻ ഓൾജിബ്ര ഇറ്റ്സ് ആൻ ഓൾജിബ്രായിക് സ്ട്രക്ചർ. ഓൾജിബ്രായിക് സ്ട്രക്ചർ മീൻസ് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് സം സിംബൽസ് ഓർ എന്താണ് സിംബൽസ് ഒക്കെ ഉപയോഗിച്ച് സെറ്റിനകത്ത് ആ ഒരു സെറ്റ് ഉണ്ടാവണം, ഒരു സ്ഥലം ഉണ്ടാവണം. അല്ലെങ്കിൽ ആരെയാണ് നമ്മളിപ്പോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടാവണം. ആ കുട്ടികൾ ഇടയ്ക്ക് കുട്ടികളെ 1 തൊട്ട് 29, 27 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ 1 to 27 ആൾക്കാരെ നമ്മൾ എടുക്കുന്നു. ആ 1 to 27 ആൾക്കാരെ എടുത്തതിന് ശേഷം അതിനകത്തുള്ള ആൾക്കാർ തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. അവരുടെ ഓപ്പറേഷൻസ്, 2 ബൈനറി ഓപ്പറേഷൻസ്, 2 ബൈനറി ഓപ്പറേഷൻസ് എന്നാണ് വിളിക്കുന്നത്. 2 ബൈനറി ഓപ്പറേഷൻസ്, ഹാവിംഗ് 2 ബൈനറി ഓപ്പറേഷൻസ്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ദിസ് ഈസ് ഓർ ആൻഡ് ദിസ് ഈസ് ആൻഡ്. ഓറും ആൻഡും ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ 2 ബൈനറി ഓപ്പറേഷൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. 2 ബൈനറി ഓപ്പറേഷൻസ് ആരൊക്കെയാണ്? ബൈനറി ഓപ്പറേഷൻസ് ഒന്ന് ഓറും ഒന്ന് ആൻഡും. പിന്നെ ഒരു യൂണറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഡാഷ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് എന്നാണ് അർത്ഥം. അത് മാത്രമല്ല ബാക്കി വീണ്ടും 2 സ്പെഷ്യൽ ഡിഫൈൻഡ് സിംബൽസ് ഉണ്ട്. ഒന്ന് ഓയും ഒന്ന് ഐയും. ഓ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്ന രീതിയിലാണ് കൺസെപ്റ്റ്. 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനാ ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓർ എടുക്കുമ്പോൾ ഈ 0 ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആൻഡ് എടുക്കുമ്പോൾ ഐഡന്റിറ്റിയെ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ അതിനകത്ത് നമ്മളിപ്പോ A+0 = A എന്ന് കിട്ടും. സോ അവിടുത്തെ ആഡീഷൻ എന്ന കേസിലെ ഐഡന്റിറ്റിയാണ് നമ്മൾ O ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ A × I = A കിട്ടുവാണെങ്കിൽ അത് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ 1ന് പകരം ഇതിനെ 0 എന്ന് പറയുന്നതിന് പകരം O എന്നും ഇവിടുത്തെ 1ന് പകരം I എന്നും കൊടുക്കുന്നു, ഐഡന്റിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് 0യെ നമ്മൾ ആൻഡ് I എന്ന് വിളിക്കുന്നത്. ഇവരെ ഉദ്ദേശിക്കുന്ന ഐഡന്റിറ്റികൾ എന്നാണ് വിളിക്കുന്നത്. ഒന്ന് അഡിറ്റീവ് ഐഡന്റിറ്റി, ഒന്ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് യൂഷ്വലി പറയുന്നത്. വേറൊരു രീതിയിലാണ് അത്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിലുള്ള ആളല്ല, അത് വേറൊരു രീതിയിലുള്ള ഒരാളായിട്ടാണ് നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത്. ഇതിന് 0 എന്നുള്ള നാമധേയം കൊടുക്കുകയും ഇതിന് 1 എന്ന് പറയുന്ന നാമധേയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. 0, 1. സോ നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഓർ ഇട്ട് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ പ്ലസിന് പകരം ഇവിടെ ഓറും, മനസ്സിലായില്ലേ? ഓപ്പറേഷൻ പ്ലസിന് പകരം ഓറും മൾട്ടിപ്ലിക്കേഷന് പകരം ആൻഡും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സാധനം, ഒരു എലമെന്റ് എക്സ് ഓർ 0 എന്ന് കൊടുത്താൽ അത് എക്സ് എന്ന് കിട്ടും, കണ്ടോ? അതുപോലെ എക്സ് ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ അത് എക്സ് കിട്ടും. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? എക്സ് ആൻഡ് 0 എന്ന് പറയുന്നത് കിട്ടത്തില്ല, 0 തന്നെയാണ്. എക്സ് ആൻഡ് ഐ, എക്സിനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഓർ ഇട്ടാൽ 0, O എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്താലേ എക്സ് കിട്ടത്തുള്ളൂ. ഓപ്പറേറ്റ് ചെയ്താൽ ഓപ്പറേഷൻ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ആൻഡ് ഇട്ടിട്ട് ഐ ഇട്ടാൽ മാത്രമേ നമുക്ക് എക്സ് വീണ്ടും ലഭ്യമാകത്തുള്ളൂ. ഇതാണ് നമ്മുടെ ആ ഒരു ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിറ്റി ലോ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓറിന് വേണ്ടിയാണ് നമ്മൾ O ഉപയോഗിക്കുന്നതും ആൻഡിന് വേണ്ടിയാണ് നമ്മൾ ഐ ഉപയോഗിക്കുന്നത്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? എന്താണോ എലമെന്റ് ആ എലമെന്റിനെ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ എയുടെ കൂടെ 1ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 1 കിട്ടുന്നത്? 0 കൂട്ടിയാലേ 1 കിട്ടത്തുള്ളൂ. 1ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുന്നത്? 1 കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട്
അഡീഷനെ ഓർ എന്നും വിളിക്കുന്നു, മൾട്ടിപ്ലിക്കേഷനെ ആൻഡ് എന്നും വിളിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. അല്ലാതെ ഇത് പ്ലസും മൾട്ടിപ്ലിക്കേഷനും ഒന്നും പോയി എഴുതരുത്. ഈ 0 എന്ന് പറയുന്നതിനെ നമ്മൾ O എന്ന് വിളിക്കുന്നു, 1 എന്ന് പറയുന്നതിനെ നമ്മൾ I എന്നും വിളിക്കും. ഇതാണ് പ്രത്യേകത. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അതുപോലെ ഈ ഇത്രയും കണ്ടീഷൻ, ഒരു സെറ്റ് എക്സ് ഉണ്ട്, ഓപ്പറേഷൻസ് ഓർ ഉണ്ട്, ആൻഡ് ഉണ്ട്, കോംപ്ലിമെന്റ് ഉണ്ട്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗേഷൻ ആണ്. ഒന്നിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ മറ്റേത്. എക്സ് ആൻഡ് എക്സ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഓ. എക്സ് ആൻഡ് എക്സ് കോംപ്ലിമെന്റ് ഓ എന്ന് കിട്ടും. കോംപ്ലിമെന്റ് ഓ എന്നാണ് വിളിക്കുന്നത് ഇതിനെ. അങ്ങനെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ എക്സ് ടുഗദർ വിത്ത് വി, വി എന്ന് പറഞ്ഞ ഓറ്, ആൻഡ് കോംപ്ലിമെന്റ് ഓയെ ഐ, ഇതിനെ എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഒരു സെറ്റ് ആക്കി വെക്കുമ്പോൾ, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു സെറ്റ് ആക്കി വെക്കുന്നതിനെ, ഇതിനെ ഈ കണ്ടീഷൻസ്, ഇതിനകത്ത് എക്സിനകത്തുള്ള എല്ലാ എലമെന്റുകളും അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം, കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം, ഐഡന്റിറ്റി ലോ സാറ്റിസ്ഫൈ ചെയ്യണം, ആൻഡ് കോംപ്ലിമെന്റ് ലോയും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ എക്സ് ടുഗദർ വിത്ത് അത്രയും ഓപ്പറേഷനെ നമ്മൾ ബൂളിയൻ ഓൾജിബ്ര എന്ന് നമ്മൾ വിളിക്കത്തുള്ളൂ. അപ്പൊ ബൂളിയൻ ഓൾജിബ്ര ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടെന്ന് കണ്ടുകൊള്ളുക. അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി, ഡിസ്ട്രിബ്യൂട്ടീവ്, ഐഡന്റിറ്റി ലോ, കോംപ്ലിമെന്റ് ലോ. ഇതിനകത്തുള്ള എലമെന്റുകളെ എടുത്തിരിക്കുകയാണ്, റാൻഡംലി എടുത്തിരിക്കുകയാണ് 3 എലമെന്റുകൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറുകൾ നിങ്ങൾ കൃത്യമായിട്ട് +1 ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. സോ അത് ആ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന്, ഒരു ബേസും ഇല്ലാതെ MC എടുക്കാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, MCയുടെ മിനിമം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അറിയാമല്ലോ, PG കോഴ്സ് ആണ്. സോ അതുകൊണ്ട് നമ്മുടെ +1 +2 എന്ന് പറയുന്നത് ബേസ് ആണ്. ഇതാണ് ഏറ്റവും വലിയ ബേസ്. നിങ്ങളുടെ BCA ഡിഗ്രി പോലും അല്ല ബേസ്. ഇറ്റ് ഷുഡ് ബി ഇൻ ബേസ് ഇൻ പ്ലസ് ടു സ്റ്റാൻഡേർഡിലെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഡിഗ്രിക്ക് പഠിച്ച ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റ്, ആ മൈൻഡ് സെറ്റും കൂടെ നോക്കിയാണ് നമ്മൾ MCA ഡിഗ്രി പാസ്സാവുന്നത്. ഓക്കെ, സോ ഇത്രയും കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താലേ അതിനെ നമ്മൾ ബൂളിയൻ ഓൾജിബ്ര എന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഒരു കാര്യത്തിലോട്ടാണ് കടന്നു പോകുന്നത്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത സ്റ്റൈലിലോട്ട് പോവുകയാണ്. കണ്ടോ, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. എക്സാമ്പിളിനകത്ത് ആകെപ്പാടെ 2 എലമെന്റുകൾ. S is equal to 0,1. 0,1 എന്ന് പറയുന്ന ഒരു സെറ്റ് കൊടുത്തിരിക്കുകയാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ആ സെറ്റിന് പകരം ക്യാപിറ്റൽ S എന്ന് ചുമ്മാതെ അയാളെ വിളിച്ചു. അതിനകത്ത് 2 വ്യക്തികളെ ഉള്ളൂ. 2 വ്യക്തികളുടെ പേരാണ്, ഒരാളുടെ പേര് 0, ഒരാളുടെ പേര് 1. ഈ സെറ്റ് ബൂളിയൻ ഓൾജിബ്ര ആണെന്ന് കാണിക്കണം. ഈ സെറ്റ് ബൂളിയൻ ഓൾജിബ്ര ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം സെറ്റ് എന്ന് പറയുന്നതിനകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. സെറ്റ് എഴുതണം S എന്ന് പറയുന്നത്. ഇതിനകത്ത് ലോജിക്കൽ ഓർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രൂത്ത് ടേബിൾ പഠിച്ചായിരുന്നു. ഇവിടെ 0യെ നമ്മൾ ഫോൾസ് ആയിട്ടും 1നെ ട്രൂ ആയിട്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലോജിക്കൽ ഓർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 or 0, ഫോൾസ് ഓർ ഫോൾസ് ഈസ് ഈക്വൽ ടു ഫോൾസ് എന്നാണ് നമ്മൾ അവിടെ എഴുതിയത്. ഇനി 0 or 1 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, ട്രൂ എന്ന്, വാറ്റ് ഈസ് 1. കണ്ടോ, അടുത്തത് 1 or 0 എന്ന് പറഞ്ഞാൽ 1, 1 or 1 എന്ന് പറഞ്ഞാൽ 1. സോ ദാറ്റ് ഈസ് എ ലോജിക്കൽ ഓർ എന്ന് പറയുന്ന സാധനം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ട്രൂത്ത് ടേബിൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദിസ് വീഡിയോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് ഫോർ ഫോൾസ് ഇറ്റ് ഈസ് കൺസിഡറിങ് 0, ആൻഡ് ഫോർ ട്രൂ ഇറ്റ് ഈസ് 1. സോ അതുകൊണ്ട് ഇവിടെ ലോജിക്കൽ ആൻഡ് എന്താണ് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻഡ് വരുന്ന അറിയാം. 0 and 0 is 0, 0 and 1 is 0, 1 and 0 is 0, 1 and 1 equal to 1. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം തെറ്റിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കില് റെഫറൻസ് ടെക്സ്റ്റില് ഒരു സ്ഥലത്ത് നിങ്ങൾ സൈഡിൽ ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ടേബിളില് ഒരു സ്ഥലത്ത് 1 1 എന്ന് ആദ്യം 0 0 വന്നിട്ടുണ്ട്, പിന്നെ 1 1 വന്നിരിക്കുന്നത്, 0 1 വന്നിട്ടുണ്ട്, വീണ്ടും 1 1 വന്നിട്ടുണ്ട്. ഇവിടെ 1 1 അല്ല, ഇവിടെ 1 0 ആണ് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അക്സെപ്റ്റ് ചെയ്യുക. there are some mistakes in the reference textbook. So
നിങ്ങൾ സ്വയം പഠിക്കുമ്പോഴത്തേക്ക് അത് അനലൈസ് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, സോ ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ബട്ട് ഇനി ഞാൻ കണ്ട സ്ഥിതിക്ക് അത് പറഞ്ഞു തരാതിരിക്കുന്ന മോശമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലിമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എഫ് ആണെങ്കിൽ നെഗേഷൻ എഫ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ആണ് അർത്ഥം. നെഗേഷൻ പി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് സീറോ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1. സീറോയുടെ കോംപ്ലിമെന്റ് എത്രയാ? അനദർ വാല്യൂ ഇസ് 1. അടുത്ത 1ന്റെ കോംപ്ലിമെന്റ് എന്താണ്? 0. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ബൂളിയൻ ഓൾജിബ്ര ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബൂളിയൻ ഓൾജിബ്ര ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടേ എലമെന്റേ ഉള്ളൂ. എ ഈസ് ഈക്വൽ ടു 0 എന്നും ബി ഈക്വൽ ടു 1 എന്നും നിങ്ങൾ എടുത്താൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓക്കെ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം. കമ്മ്യൂട്ടേറ്റീവ് ലോ ആണോ നോക്കണ്ടേ? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താ? എ ഓർ ബി ഈക്വൽ ടു ബി ഓർ എ എന്ന് കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഓർ ബി മീൻസ് 0 ഓർ 1. 0 ഓർ 1ന്റെ വാല്യൂ നമ്മൾ എവിടുന്നെങ്കിലും നോക്കിയെടുക്കണം. 0 ഓർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. 0 ഓർ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം എന്താണ്? 0 ഓർ 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കണ്ടുപിടിച്ചു. സോ ഒരാളെ കിട്ടി. ഇനി അടുത്ത എന്താണ്? ഇത് 0 ഓർ 1 ആണ്. ബി ഓർ എ എന്ന് പറഞ്ഞാൽ ബി 1 ആണ്. എന്താണ്? ബി എ എന്ന് പറയുന്നത് 0 ആണ്. സോ 1 ഓർ 0 ഈസ് അഗെയിൻ എന്താണ്? 1 ഓർ 0 ഈസ് അഗെയിൻ 1. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഒന്നാമത്തെ ഇക്വേഷൻ 1 കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് LHS ഈസ് ഈക്വൽ ടു RHS. സോ ദിസ് ഈസ് ട്രൂ. കണ്ടോ? കമ്മ്യൂട്ടേറ്റീവ് ഒരാളുടെ മാത്രം ട്രൂ ആയാൽ പോരാ, ആരുടെയും ട്രൂ ആവണം. ആൻഡിനും അതുപോലെ കിട്ടണം. അതായത് എ ആൻഡ് ബി ഈക്വൽ ടു ബി ആൻഡ് എ എന്ന് നമുക്ക് കിട്ടണം. സോ എ ആരാ? എ ഈസ് 0 ആൻഡ് ബി ഈസ് ആരാ? 1. എ ആൻഡ് 1 ഈക്വൽ ടു എ ആൻഡ് 1. 0 ആൻഡ് 1 ഈക്വൽ ടു 0. കണ്ടോ? അതുപോലെ അടുത്തത് ബി ആൻഡ് 1. അടുത്തത് എന്താണ്? ബി എത്രയാണ്? ബി ആൻഡ് 1 ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദിസ് ഈസ് എ ഓർ ബി എന്ന് കിട്ടി. അടുത്തത് ഈക്വൽ ടു ബി ഓർ അല്ല ആൻഡ് ബി ആൻഡ് എ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് നോക്കി എഴുതണം ഇവിടെ. അപ്പൊ ബി ആരാ? 1 ആൻഡ് 0. 1 ആൻഡ് 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയും 0 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ബോത്ത് ആർ ഈക്വൽ എന്ന് നമുക്ക് കിട്ടുന്നു. ഇതും ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നും വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തു. സോ കമ്മ്യൂട്ടേറ്റീവ് ഓക്കെ ആണ്. ആർക്ക്? ഈ സെറ്റിലുള്ള എലമെന്റ്സ് അന്യോന്യം ഓക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. സോ അത് നോക്കണ്ട. ഇനി അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? സി എന്ന് പറഞ്ഞ വേറൊരാളെ എടുക്കണം. ഇതിനകത്തൊന്ന് മൂന്നാമതൊരാളെ എടുക്കാനായിട്ടില്ല. അപ്പൊ അയാളെ തന്നെ എടുത്തേ പറ്റത്തുള്ളൂ. 0,1 വീണ്ടും 0 ആയിട്ടോ അല്ലെങ്കിൽ 1 ആയിട്ടോ എടുക്കാനേ പറ്റത്തുള്ളൂ. ഒരാളെ കിട്ടിയില്ല, റിപ്പീറ്റ് ചെയ്തു പോവുക. ഈ 2 പേരിലുള്ള ആളിൽ നിന്ന് 3 പേരെ കിട്ടണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരാൾ റിപ്പറ്റീഷൻ ആയിരിക്കും. എനിവേ അയാൾ റിപ്പീറ്റ് ചെയ്തു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്തു വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 0 എ എന്ന് പറയുന്നത് 0 എന്നും ബി എന്ന് പറയുന്നത് 1 എന്നും എടുക്കുന്നു, സി എന്ന് പറയുന്നത് ഞാൻ 0 എടുക്കുന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വെരിഫൈ ചെയ്യണം. ഇത് വെരിഫൈ ചെയ്ത് നോക്കണം. സോ എനിക്ക് വെരിഫൈ ചെയ്ത് നോക്കേണ്ടത് എ ഓർ ബി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓർ സി, ആദ്യം ഇത് കണ്ടുപിടിക്കണം. അതെന്താണെന്നുള്ളത് നോക്കണം. അതിന്റെ വാല്യൂ എ ഓർ ബി എത്രയാ? എ ഓർ ബി മീൻസ് 0 ഓർ 1 ബ്രാക്കറ്റില് ഓർ 0 അത് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും എനിക്ക്? 0 ഓർ 1 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്? 0 ഓർ 1 ഈക്വൽ ടു 1 അല്ലേ? ആ 1 എന്ന് കിട്ടുന്നു. 1 ഓർ 0 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനി തലതിരിച്ചിട്ട് നോക്കിക്കേ. തലതിരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അതുപോലെ തലതിരിച്ചല്ല, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേറ്റിവിറ്റി. എ ഓർ എടുത്തിട്ട് ബി ഓർ സി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പൊ എ എത്രയാ? 0 ഓർ ബി എത്രയാ? 1 ഓർ 0. അപ്പൊ ഇതെത്രയാ? 1 ഓർ 0 എന്ന് പറഞ്ഞാല് ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യാവുള്ളൂ. ആ ബോർഡ് മാസം എന്ന് പറയുന്നത്. അപ്പൊ 0 ഓർ 1 എന്നായിട്ട് 1. സോ ഇവിടെയും 1 ഇവിടെയും 1. അതുകൊണ്ട് അസോസിയേറ്റിവിറ്റി ഓക്കെയാണ്. ഇതേപോലെ ആരെ നോക്കണം? അഡീഷന്റെ ആൻഡിന്റെ അസോസിയേറ്റിവിറ്റി നോക്കണം. അപ്പൊ ആൻഡും ഓറും അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി ഡിസ്ട്രിബ്യൂട്ടിവിറ്റി നോക്കണം. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി വളരെ ശ്രദ്ധിച്ച് നോക്കണം. ലോ ബ്രാക്കറ്റിന്റെ വെളിയിൽ ഓറും ബ്രാക്കറ്റിന്റെ അകത്ത് ആൻഡും. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. എ ഓർ ബി, അതിനുശേഷം എ ആൻഡ് നടുക്ക് വരും എ ഓർ സി എന്നാണ് വരുന്നത്. വളരെ ശ്രദ്ധിക്കുക. നടുക്ക് ഇവിടുത്തെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ആരെയൊക്കെ തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും?
എ ഓർ ബി. അപ്പൊ എ ഓർ ബി ആദ്യം എഴുതി. അടുത്തത് എ ഓർ ബി എന്ന് പറയുന്ന എ ഓർ സി എന്ന് പറയുന്ന സാധനം രണ്ടാമതുണ്ട്. ഇവരുടെ നടുക്ക് ആര് വരും? ആൻഡ് വരും. അതാണ് ഇവിടെ കിടക്കുന്നത്. അത് ഈ വാല്യൂ ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി ആൻഡ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ നടുക്ക് ഇവിടെ ഓർ ഇട്ട് വേണം ചെയ്യാൻ. അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി നടുക്ക് ഇവിടെ ഓർ വരും. ഇതൊക്കെ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ വെരിഫൈ ചെയ്ത് നോക്കണം. ഞാൻ വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇതിലെ LHS എന്ന് എടുത്തു നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് വാല്യൂ വരുന്നതെന്നും ഇവിടെ എന്താണ് വാല്യൂ വരുന്നതെന്നും നമുക്ക് അവസാനം ഔട്ട്പുട്ട് വരണം. അപ്പൊ അത് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. സോ LHS ഞാൻ പച്ച മഷി കൊണ്ട് റൗണ്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് റെഡ് ഇപ്പുറത്തുള്ള RHSനെ റൗണ്ട് ചെയ്തിരിക്കുന്നു. സോ ആദ്യം നമ്മൾ പച്ച മഷിയിലുള്ള ആൾക്കാരെ ഒന്ന് ചെയ്തു നോക്കാം. എ ഓർ ബി ആൻഡ് സി. നമ്മൾ ഓൾറെഡി എ എന്ന് പറയുന്ന ആളെ 0 എന്ന് എടുക്കുകയും ബി എന്ന് പറയുന്ന ആളെ 1 എന്ന് എടുക്കുകയും ഇനി സി എന്ന് പറയുന്ന ആളെ 1 എന്ന് എടുത്തോ. നേരത്തെ എടുത്തത് 0 അല്ലായിരുന്നു. 1 എടുത്തു നോക്കാം. അങ്ങനെ പോസിബിലിറ്റീസ് ഉള്ളൂ. അപ്പൊ എ ഓർ എന്ന് പറയുമ്പോഴത്തേക്ക് എ എന്ന് പറയുന്ന ആളെ 0 എന്ന് റീപ്ലേസ് ചെയ്യണം. ഓർ ബി എന്ന് പറയുന്നത് 1 ആൻഡ് 1 സി ആണല്ലോ. അപ്പൊ ആദ്യം ബ്രാക്കറ്റിലുള്ള ആളെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ 1 ആൻഡ് 1 ഇവിടുന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 1 തന്നെ. 0 ഓർ 1 അടുത്ത 0 ഓർ 1 കിട്ടി. 0 ഓർ 1 ഈസ് അഗെയിൻ 1. സോ 1 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ 1 ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതി. കണ്ടല്ലോ. അടുത്തത് ചുമല മഷി കൊണ്ട് എഴുതാൻ പോവുകയാണ്. ഈ എ ആൻഡ് എ ഓർ. ഇപ്പൊ എ ഓർ എന്ന് പറഞ്ഞാൽ എ ഓർ ബി, ഇവിടുത്തെ എ ഓർ സി ഇത് എഴുതാൻ പോവുകയാണ്. അപ്പൊ എ ഓർ ബി എന്ന് പറഞ്ഞാൽ 0 ഓർ 1 ആൻഡ് എന്താണ് എ ഓർ സി എന്ന് പറഞ്ഞാൽ വീണ്ടും 0 ഓർ 1 എന്ന് പറയുമ്പോഴത്തേക്ക് 0 ഓർ 1 ഈസ് 1, ഇവിടെയും 1 ആൻഡ് ഇവിടെ 0 ഓർ 1 വീണ്ടും 1. 1 ആൻഡ് 1 ഈസ് 1. 1 ആൻഡ് 1 ഈസ് 1. അഗെയിൻ 1 ആൻഡ് 1 1 ആണെന്ന് അറിയാം. സോ ഇവിടെ 1. സോ LHS ഈസ് ഈക്വൽ RHS. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഈസ് സാറ്റിസ്ഫൈഡ്. കണ്ടോ? ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഈസ് ദ മെയിൻ എന്താണ് എയിം ഓഫ് ബൂളിയൻ ഓൾജിബ്ര. ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം, ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആളെ നമ്മൾ ഇവിടെ എ എന്ന് പറയുന്ന രൂപത്തിൽ കണ്ട് 0യും 1ഉം കൊടുത്ത് എങ്ങനെ ചെയ്യുന്നു, ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നു. വി ആർ ഗിവിംഗ് എ ബി സി, ബട്ട് ദ സിസ്റ്റം ഈസ് റീഡിംഗ് 0 ആൻഡ് 1 0 ആൻഡ് 1. സോ ദിസ് ഈസ് എ മെഷീൻ ലേണിംഗ്. മെഷീൻ വർക്ക്സ് ലൈക്ക് എന്താണ് ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ എന്നൊക്കെ പറയും. ബട്ട് മനുഷ്യന്റെ ബ്രെയിൻ ആണ് വെരി വെരി ഫാസ്റ്റർ. നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ഓക്കെ. സോ ഇൻട്രസ്റ്റോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. സോ നെക്സ്റ്റ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓക്കെ ആയി. നൗ വി ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഈസ് ഐഡന്റിറ്റി ലോ, ഐഡന്റിറ്റി എലമെന്റ്സ്. സോ ഏതെങ്കിലും ഒരു എലമെന്റ് എ എടുത്തു. എ എന്ന് പറയുന്നത് ചുമ്മാ എടുക്കുകയാണ്. ബി എടുത്താലും കുഴപ്പമില്ല. സെറ്റിനകത്ത് ആപ്പാടെ 0യും 1ഉം ഉള്ളൂ. വി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കോമ ബി. സോ എയുടെ കൂടെ 0 ഓപ്പറേറ്റ് ചെയ്താൽ എ കിട്ടുന്നുണ്ട്. അതുപോലെ ബിയുടെ കൂടെ 0 ഓപ്പറേറ്റ് ചെയ്താലും എനിക്ക് എന്ത് തന്നെ കിട്ടത്തുള്ളൂ? ബി എ കിട്ടത്തുള്ളൂ. കാരണം ഒ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് എയുടെ കൂടെ 1 ഓപ്പറേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആൻഡ് ഓപ്പറേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എ തന്നെ കിട്ടണം. എ ആൻഡ് 1 എന്ന് പറയുന്ന അടുത്തത് ബിയുടെ കൂടെ ആൻഡ് ഓപ്പറേറ്റ് ചെയ്താലും എനിക്ക് ബി തന്നെ കിട്ടണം. അത് എനിവേ രണ്ടും ഓക്കെയാണ്. 1 ആൻഡ് 0, 0 ആൻഡ് 1 എന്നുള്ള രീതിയിലാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 0 ഇസ് ദ ഒ, 1 is the I. ഇതാണ് സംഭവം. 0 is the O and 1 is the I. So A or O equal to A. So that is A or 0 equal to A എന്നാണ് എഴുതേണ്ടത്. അടുത്തത് A and I equal to A കിട്ടണം. A and 1 equal to A ആണ് കിട്ടണം. അപ്പൊ ഐഡന്റിറ്റിയുടെ പൊസിഷനിൽ 1 ആണ് കൊടുക്കേണ്ടത് എന്ന് ആ ഒരു കൺസെപ്റ്റ്. ഇത് രണ്ടും ഒരു ക്ലബ് ചെയ്ത് പഠിക്കുക. ഓയും 0യും മാറിപ്പോരുത്. അതാണ് വലിയ O എന്ന് എഴുതിയിരിക്കുന്നത്, ചെറുത് 0 ചെറുതാക്കി എഴുതിയിരിക്കുന്നു. അടുത്തത് ഐഡന്റിറ്റി I എന്ന് എഴുതുന്നുണ്ട്, 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി കോംപ്ലിമെന്റ് നോക്കുക. എ ആരാ? 0 എടുത്തു. 0 ഓർ 0 കോംപ്ലിമെന്റ് എത്രയാണ് നോക്കുക. 0 ഓർ 0 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 0 തന്നെ ഓർ എഴുതിയിട്ട് 0 കോംപ്ലിമെന്റ് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ 0 കോംപ്ലിമെന്റ് 1 എഴുതിയിട്ടുണ്ട്. 0 ഓർ 1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. സോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അടുത്തത്
അത് സെറ്റിനകത്തുള്ള എലമെന്റ് തന്നെയാണല്ലോ. എസിനകത്ത് വരുന്ന ആളെ തന്നെ കിട്ടുകയും വേണം, അല്ല പുറത്തുകൂടെ ഉള്ള ഒരാളെ കിട്ടരുത്. 0 1 എഴുതിയിട്ട് 2 എന്ന് പറഞ്ഞ ആൻസർ എസിനകത്ത് ഇല്ല, എസിനകത്തുള്ള ആളെ തന്നെ വീണ്ടും വരണം. അടുത്തത് എ കോംപ്ലിമെന്റ്. എ ആയിട്ട് ഞാൻ ആരെ എടുക്കുന്നു? 1 എടുക്കുന്നു. 1 ആൻഡ് 1 കോംപ്ലിമെന്റ് ഈസ് 1 കോംപ്ലിമെന്റ് എടുക്കുക എന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞാൽ ആരെ വേണം എടുക്കാൻ കേട്ടോ, 0 തന്നെ എടുക്കണമെന്നൊന്നുമില്ല. 1 2 ഉള്ളൂ ആ പാടെ, അപ്പൊ 1 എടുക്കാനും പറ്റും. അപ്പൊ 1 ആൻഡ് 1 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആൻഡ് 0. 1 ആൻഡ് 0 എന്ന് പറഞ്ഞാൽ 1 ആൻഡ് 0 ഈസ് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. സോ ഇവിടെ ആൻസർ കിട്ടുന്നുണ്ട്, കോംപ്ലിമെന്റ് 0 ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ എ കോംപ്ലിമെന്റ് 0 ആയിട്ട് കിട്ടുന്ന രീതിയിൽ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഓപ്പറേഷൻസ് രണ്ടും ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇവിടെ രണ്ടും എഴുതിയിട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാനിവിടെ 0 or 1 എന്ന് പറയുന്ന ആ കോംപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. 0 ആണെങ്കിൽ 0യുടെ കോംപ്ലിമെന്റ് ആണ് ഈ 1, 0 കോംപ്ലിമെന്റ്. അടുത്തത് ഓർ ഇട്ടിട്ട് 1 ആണ് എലമെന്റ് എടുക്കുന്നതെങ്കിൽ 1ന്റെ കോംപ്ലിമെന്റ് ആണ് 1 കോംപ്ലിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 0 or 0 കോംപ്ലിമെന്റ്, അത് എനിക്ക് 1 കിട്ടിയിട്ടുണ്ട്. 1 ആണെങ്കിൽ 1 or 1 കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എടുക്കുന്നു, 0 or 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. അടുത്തത് 1 or 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. അടുത്ത ആൻഡിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, 0 and 1. 0 and 1 0 and 0 കോംപ്ലിമെന്റ്. 0 and 0 complement means 0 and 1 which is equal to 0 and 1 is again 0. അടുത്തത് 1 and 1 കോംപ്ലിമെന്റ്. 1 and 1 കോംപ്ലിമെന്റ് എടുത്ത് നോക്കുക. അപ്പൊ 1ന്റെ 1 തന്നെ, 1 കോംപ്ലിമെന്റ് 0. 1 and 0 എന്ന് പറഞ്ഞാൽ 0. സോ രണ്ടും 0 കിട്ടി, ഇവിടെ രണ്ടും 1 കിട്ടി. സോ ഓറിന്റെ കേസിൽ 1ഉം ആൻഡിന്റെ കേസിൽ ഔട്ട്പുട്ട് 0 ആവുകയും വേണം എന്നാണ് പറയുന്നത്. കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ, ഓർ എടുക്കുമ്പോൾ കോംപ്ലിമെന്റ് വന്നാൽ 1ഉം ഈ ആൻഡ് എടുക്കുമ്പോൾ കോംപ്ലിമെന്റ് കൂടെ ചേർത്താൽ 0 കിട്ടണം. ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് യെസ് ടുഗദർ വിത്ത് ആൻഡ്, ഓറ്, കോംപ്ലിമെന്റ്, പിന്നെ ഓയെ, ഐ, ഇത് ടുഗദർ ഈസ് എ ബൂളിയൻ ഓൾജിബ്ര എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈസ് എ ബൂളിയൻ ഓൾജിബ്ര എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ബൂളിയൻ ഓൾജിബ്ര ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്. സോ ഇറ്റ്സ് എ ലെങ്തി പ്രോസസ് ആൻഡ് എന്താണ്, നമുക്ക് വി നീഡ് ടു വർക്ക് ഔട്ട് വെരി സ്ട്രിക്ട്ലി. നമ്മുടെ ബ്രെയിൻ വെറുതെ ഇരുന്നാലും ആൻസർ കിട്ടില്ല. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലോജിക് സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 ടൈപ്പ് കാര്യങ്ങളുണ്ട്. ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്. അപ്പൊ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. അപ്പൊ ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആൻഡ് ഗേറ്റ് ആക്ച്വലി വിച്ച് ഈസ് സിമിലർ ആസ് അവർ ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചിട്ടുണ്ടായിരുന്നു ടി വെച്ചിട്ട്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. എ എന്ന് പറയുന്ന ഗേറ്റിൽ കൂടെ ബി എന്ന് പറയുന്ന അടുത്തൊരു ഗേറ്റിൽ കൂടെ പോകുന്നു. എയുടെ ഗേറ്റിൽ കൂടെ 0 പോകുന്നു. ദാറ്റ് ഈസ് ഫോൾസ് പോകുന്നു. സോ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. 0 1 ആണെങ്കിൽ ആൻഡ് ആണെന്നെങ്കിൽ ഫോൾസ് ആയിരിക്കും. 1 0 ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും. 1 1ന് മാത്രമേ അവിടെ ട്രൂ വരത്തുള്ളൂ. അതിന് ട്രൂവിന് പകരം ഫോൾസ് പകരം നമ്മൾ 0 and 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നത്തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ എന്താണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ച ട്രൂത്ത് ടേബിളിന്റെ ആസ് യൂഷ്വൽ ഡിക്റ്റോ. ട്രൂ എഫ് ടി എഫിന് പകരം 0 1 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. നത്തിങ് സ്പെഷ്യൽ, വേറെ രീതിയിലുള്ള പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ ഓർ. 0 0 എന്ന് പറഞ്ഞാൽ മാത്രമേ 0 വരുന്നുള്ളൂ. 0 or 1 1, 1 or 0 1, 1 and 1 or 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ദാറ്റ് ഈസ് 0 0 മാത്രമേ ഫോൾസ് വരുന്നുള്ളൂ. ഫോൾസ് ട്രൂ ആണ്. ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ട്രൂ എന്ന് ചോദിച്ചാൽ ട്രൂ ആണ് എന്ന് പറയുന്ന നമ്മൾ ഓർ ഗേറ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ആണ്. നെഗേഷൻ 0യുടെ നെഗേഷൻ എത്രയാണ്? 1. 1ന്റെ നെഗേഷൻ എന്താ? 0 ആണ്. നെഗേഷൻ ട്രൂത്ത് ടേബിൾ ആണ് വന്നിരിക്കുന്നത്. ആ നെഗേഷൻ ട്രൂത്ത് ടേബിൾ ആണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തിരിക്കണം. ഈ 3 ഗേറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. ഫൈൻഡ് എ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ലോജിക് സർക്യൂട്ട്. ലോജിക് സർക്യൂട്ട് കൊടുത്തിരിക്കുകയാണ്.
അയ്യോ എന്താ അപ്പനെ ഇത് എന്ന് ചോദിക്കും. കുറെ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ഇതെന്തോന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിട്ട റോക്കറ്റോ അല്ലെ ഡ്രോൺ ആണോ എന്ന് വിചാരിക്കും. അത് വിചാരിക്കരുത്. ഇതിനകത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സിമ്പൽ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ എൻഡിൽ കൂടെ നമ്മൾ സർക്യൂട്ട് ആണല്ലോ, അപ്പൊ നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ അറിയത്തില്ലേ? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് ന്യൂട്രലും ഫേസും ഒക്കെ കാണത്തില്ലേ? അപ്പൊ അതില് കൊടുക്കാൻ വേണ്ടി ഇവിടെ x1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, x2 എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്തൂടെ ഗേറ്റ് കൂടെ കടന്നു പോകും. ഈ ഗേറ്റിനെ, ഈ സിമ്പലി ഇങ്ങനെ ഒരു ഗേറ്റ് കൊടുക്കുന്നതിനെ പേരാണ് ഓർ ഗേറ്റ്. ഈ ഓർ ഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് x1 അകത്തൂടെ ഇതുവഴി കയറുന്നു, x2 ഇതുവഴിയും കയറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റ് വഴി കയറി വരുമ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ x1 ഓർ x2 എന്ന് നമ്മൾ കൊടുക്കും. ദാ കണ്ടോ, ഇതുപോലെ കൊടുക്കും. ഇതാണ് ഓർ ഗേറ്റ്. വളരെ ശ്രദ്ധിച്ചു നോക്കണം ഓർ ഗേറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. സിമ്പല് കൃത്യമായിട്ട് നോക്കി വെക്കുക, ഓർ ഗേറ്റ് എന്താണ്. ഇനി ഇവിടെ ഒരു ഗേറ്റ് വന്നിട്ടുണ്ട്. ഈ ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് ആൻഡ് ഗേറ്റ്. അവിടെയും നമ്മൾ x1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും x2 എന്ന് പറയുന്ന അടുത്തൊരു ഇൻപുട്ടും കൂടെ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ആരോയുടെ പൊക്കത്ത് എന്ത് വരും? x1 ആൻഡ് x2 എന്ന് കൊടുക്കും. ആൻഡ് വഴിയാണ് കയറി വന്നത്, അതുകൊണ്ട് അവിടെ അത് കണ്ടല്ലോ. ഇനി ഈ രസകരമായിട്ടുള്ള കാര്യം ഇതെന്താണ് എന്നുള്ളതാണ് അടുത്ത രസം. ഈ ഞാൻ പച്ച ടിക്കറ്റ് ഇരിക്കുന്ന ആള്, അയാളെ വിളിക്കുന്നതാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിമെന്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ കൂടെ കയറി വരുന്ന കോംപ്ലിമെന്റ് ഇൻപുട്ട് ആരാ? ഈ വരുന്ന വഴിക്ക് x1 ആൻഡ് x2 എന്നാണ് വന്നിരിക്കുന്നത്. x1 ആൻഡ് x2 എന്നാണ് കയറി വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ പൊസിഷൻ കണ്ടോ, ഈ ചെറിയൊരു ആരോ വളഞ്ഞു പോയ, കണ്ടോ വളഞ്ഞു പോയ സ്ഥലത്ത് ആരോ എങ്ങനെ വളഞ്ഞു പോയിരിക്കുന്നത് നോക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വളഞ്ഞിരിക്കുക. ഈ ആരോയുടെ അവിടെ നമുക്കൊരു പേര് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ x1 ആൻഡ് x2 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് എഴുതണം, അതിന്റെ പുറത്തൊരു ഡാഷ് ഇടുക. കോംപ്ലിമെന്റ് ആണ് തരുന്നത്. എന്താണോ ഇവിടുത്തെ സ്ട്രക്ചറിൽ കൊടുത്തിരിക്കുന്നത്, എന്തകത്തോട്ട് കയറി വരുന്ന അയാളുടെ മൊത്തത്തിൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സാധനമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് വരും? ഇതിനകത്തോടെ വീണ്ടും ആൻഡ് ഗേറ്റിൽ കൂടെ കടന്നു പോകും. ആരൊക്കെ കടന്നു പോകുന്നു? x1 ഓർ x2 എന്ന് പറയുന്നത് ഇതുവഴി കയറി കടന്നു വരുന്നു. അതുവഴി വീണ്ടും ഈ ഒരാള് മൊത്തത്തിൽ ഒരാള് x1 ആൻഡ് x2 കോംപ്ലിമെന്റ് കടന്നു വരുന്നു ആൻഡിനകത്തൂടെ. അപ്പൊ എങ്ങനെ എഴുതും? x1 ഓർ x2 എന്ന് പറഞ്ഞ ആദ്യത്തെ ബ്രാക്കറ്റില് ഇത് ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് നമ്മൾ നടുക്ക് ആൻഡ് ഇട്ടിട്ട് പുറത്ത് x1 ആൻഡ് x2 ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതുന്നു. ഇതാണ് അവസാനത്തെ ഔട്ട്പുട്ട് നമ്മൾ പുറത്തു വരുന്നത്. ഈ ഔട്ട്പുട്ട് എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ എന്താണ് വരുന്നത്. മേ ബി ഇതിനകത്ത് ചിലപ്പോൾ തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ക്യാപിറ്റൽ സി എന്നോ ഡി എന്നോ ഒക്കെ ആയിരിക്കും പറയുന്നത്. സോ ഐഡന്റിഫൈ ദ സി, അല്ലെ ഐഡന്റിഫൈ ദ ഔട്ട്പുട്ട് ഡി, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഔട്ട്പുട്ട് എ എന്താണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ കിട്ടിയ ആൻസർ, ഈ ആൻസറിൽ ചോദ്യം സി എന്നായിരിക്കും. ഇവിടെ ഇതിന്റെ താഴെ എ എന്ന് ചോദിച്ചിട്ടുണ്ടാവും, ഇതിന്റെ താഴെ ബി എന്ന് ചോദിച്ചിട്ടുണ്ടാവും. സോ ആൻസർ പേപ്പറിൽ എന്ത് എഴുതണം? നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് എ ഈസ് ഈക്വൽ ടു x1 ഓർ x2 എന്ന് എഴുതണം. ബി ഈക്വൽ ടു x1 ആൻഡ് x2 എന്ന് കൊടുക്കണം. സി ആയിട്ട് എന്ത് കൊടുക്കണം? സി ആയിട്ട് x1 ഓർ x2 ആൻഡ് x1 ആൻഡ് x2 ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് കൊടുക്കണം. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി. ഇത് ഒരു വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്തു വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിൽ എവിടേക്കോ ഞാൻ ഇങ്ങനെ ഒരു ലോജിക് ഗേറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലോജിക് ഗേറ്റ്സ് കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ഗേറ്റ്? ഇത് ഓർ ഗേറ്റ്, ഇത് ആൻഡ് ഗേറ്റ്, ഇത് നോട്ട് ഗേറ്റ്. ഇവിടെ വീണ്ടും ആൻഡ് ഗേറ്റ് വരുന്നു. സോ ആൻഡ് ആണ് നടുക്ക് വരേണ്ട ഓപ്ഷൻ. ഇവിടെ കൂടെ കയറി വരുമ്പോൾ x1 കയറി വന്നു, x2 കയറി വന്നു. സോ ഇത് ഓർ ഗേറ്റ് ആയതുകൊണ്ട് x1 ഓർ x2 എന്ന് നമ്മൾ കൊടുക്കുന്നു. അത് അവിടെ വരുന്നു. ഇനി അടുത്തത് ഇവിടുത്തെ ആള് x1 ഉം x2 ഇൻപുട്ടും ഔട്ട്പുട്ട് x1 x2 എന്ന് തന്നെ കൊടുക്കണമെന്നില്ല. എ സ്മോൾ ബി എന്നും കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻപുട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആൻഡിൽ കൂടെ കയറി വരുന്നത് കൊണ്ട് ഇവിടെ x1 ആൻഡ് x2 എന്ന് പറയും. x1 ഇത് എന്നിട്ട് അത് നോട്ടിൽ കൂടെ കയറി വരും. നോട്ടിൽ കൂടെ കയറി വന്നാൽ x1 ആൻഡ് x2 കോംപ്ലിമെന്റ്. ഇനി ഇവന്മാര് രണ്ടുപേരും കൂടെ ഇപ്പുറത്തൂടെ ഒരാൾ കയറി വരും, ഇപ്പുറത്തൂടെ ഒരാൾ കയറി വരും. അപ്പൊ ഇവിടെ ആരുണ്ട്? x1 ഓർ x2 ഒരാളുണ്ട്. ഇവിടെ ആൻഡ് ആയതുകൊണ്ട് നടുക്ക് ആൻഡ് ഇടുന്നു. പിന്നെ ആരാ കയറി വരുന്നത്? x1 ആൻഡ് x2 കോംപ്ലിമെന്റ് കയറി വരുന്നു. സോ ദ ഔട്ട്പുട്ട് ഈസ് ദിസ് വൺ ഈസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലോജിക് ഗേറ്റ്സുകൾ വർക്ക് ചെയ്യുന്നതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ. ഇനി ലാസ്റ്റത്തെ ഒരു ഇതിലോട്ട് പോകുന്നു. ബൂളിയൻ ഫംഗ്ഷൻ എന്താണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് നോക്കാം.
ബൂളിയൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ എഫ് എന്ന് പറയുന്നത് കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എഫ് ആണ് അവിടെ വരേണ്ടത്. ഞാനത് എഫ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ അകത്തൂടെ x1 ഉം x2 ഉം കടന്നു പോയാൽ, അതായത് എഫ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനകത്തോട്ട് ഞാൻ 2 പേരെ കൊടുക്കുന്നു. ആദ്യത്തെ പൊസിഷനിൽ കൊടുക്കുന്ന ആളെ x1 എന്ന് പേര് വിളിക്കുന്നു. അവിടെ വേണേ ചക്ക കൊടുക്കാം. കണ്ടോ? ഇവിടെ വേണേ x2 എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു? മുളക് പൊടി കൊടുക്കുന്നു. അപ്പൊ മുളക് പൊടി എന്ന് പറയുന്ന മുളക് എന്ന് പറയുന്ന സാധനം അവിടെ കൊടുക്കുന്നു. അപ്പൊ ചക്കയും മുളകും കൂടെ ചേർന്ന് വന്നാൽ എന്തായിരിക്കും? ചക്കമുളക് എന്ന് പറയുന്ന സാധനമായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അങ്ങനെ ആ ഔട്ട്പുട്ട് വരുന്ന ചക്കമുളക് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇതാ ഈ രൂപത്തിലാണ് വരുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: x1 കോംപ്ലിമെന്റ് ഓർ x2 കോംപ്ലിമെന്റ് എന്ന് നമുക്ക് കിട്ടണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് വരുമ്പോൾ എന്താ കിട്ടുന്നത്? ചക്ക കോംപ്ലിമെന്റ് ആൻഡ് മുളക് കോംപ്ലിമെന്റ് എന്നാവും അവസാനം എന്ന്. അപ്പൊ ഇവിടെ ആരെ കൊടുക്കുന്നു? അയാളുടെ കോംപ്ലിമെന്റ് ഇവിടെ എഴുതിയിട്ട് ആൻഡ് ഇട്ടിട്ട് ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ആളുടെ വേണം. രണ്ടാമത്തെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ പൊസിഷനിൽ കിടക്കുന്ന ആള് 1 ആണ്, രണ്ടാമത്തെ പൊസിഷനിൽ 10 ആണ് എന്ന് വിചാരിച്ചാൽ 1 കോംപ്ലിമെന്റ് ആൻഡ് 10 കോംപ്ലിമെന്റ് എന്ന് തന്നെ, അല്ലാതെ 10 കോംപ്ലിമെന്റ് ആൻഡ് 1 കോംപ്ലിമെന്റ് എന്ന് എഴുതരുത്. ആ ഓർഡർ കൃത്യമായിട്ട് എഴുതാൻ. സോ ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ. അങ്ങനെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ദ വാല്യൂ ഓഫ് എഫ് ഇൻ എ ടാബുലാർ ഫോം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടാബുലാർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടാബുലാർ ഫോം എന്ന് പറയുമ്പോൾ എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെറുതെ അയാളെ നമുക്ക് എക്സിന് പകരം നമ്മൾ E1 എന്നും E2 എന്നും ഡിഫൈൻ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, x1 എന്ന് തന്നെ കൊടുത്താലും മതി. ഇവിടെ E1 E2 എന്ന് കൊടുത്തിരിക്കുന്നു, മനസ്സിലാവാൻ വേണ്ടിയാണ്. x1 പകരം E1 എന്നും x2 പകരം E2 എന്നും. ഈ E1 ഉം E2 നമ്മൾ എവിടുത്തെ എലമെന്റുകളാക്കി? സെറ്റ് 0, 1 എന്ന് പറയുന്ന എടുക്കണ്ടേ. 0യോ 1ഓ നമുക്ക് കിട്ടത്തുള്ളൂ. ബൂളിയൻ എക്സ്പ്രഷനാ. ബൂളിയൻ എക്സ്പ്രഷൻ ആണെങ്കിൽ 0യിലും 1ഉം മാത്രമേ ഇവന്മാരുടെ വാല്യൂ വരത്തുള്ളൂ. അതുകൊണ്ടാണ് 0, 1 എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. 0യും 1ഉം കൊണ്ട് മാത്രമേ കളിയുള്ളൂ, ട്രൂവും ഫാൾസും. അപ്പൊ E1 E2 എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആണ്? 0യിലും 1ലും. അപ്പൊ എഫ് ഓഫ് ആരൊക്കെ ഉണ്ട്? E1 എന്ന് പറയുന്നത് 0 ആവാം, E2 എന്ന് പറയുന്നത് 1 ആവാം. അതില് 0യും 1ഉം എന്ന് പറയുന്ന ആദ്യം E1 നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ 0 ആയിട്ടും E2 ഫസ്റ്റ് സ്റ്റെപ്പിൽ 1 ആയിട്ട് എടുത്താൽ നമുക്ക് 0, 1 എന്ന് പറയുന്ന കോംബോ കിട്ടും. അതൊന്ന്. അല്ലെങ്കിൽ E1 എന്ന് പറയുന്നത് 0 ആവാനും E2 എന്ന് പറയുന്നതും 0 ആവാനും ചാൻസ് ഉണ്ട്. 2 എലമെന്റ് എടുത്താൽ മതി. അതിനകത്തുനിന്ന് റാൻഡംലി 2 എലമെന്റ് തൂക്കിയെടുക്കുമ്പോഴത്തേക്ക് ആദ്യം വിളിച്ച ആളെ തന്നെ വീണ്ടും വിളിക്കാനുള്ള ചാൻസ് എനിക്ക് കൂടുതലാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിനകത്തുനിന്ന് എത്ര കോംബോ കിട്ടാം? 0, 0 കോംബോ ഉണ്ട്, 0, 1 കോംബോ ഉണ്ട്, 1, 1 കോംബോ ഉണ്ട്. അതുപോലെ എത്ര കോംബോ ഉണ്ട്? അടുത്ത കോംബോ എന്ന് 1, 0 എന്ന് പറയുന്ന കോംബോ ഉണ്ട്. അപ്പൊ എഫ് വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. F, 0, 0. F, 0, 0 ഓപ്പറേറ്റ് ചെയ്താൽ എന്തായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വരുന്നത്? ആദ്യത്തെ ആളുടെ കോംപ്ലിമെന്റ് 0 കോംപ്ലിമെന്റ് ആൻഡ് 0 കോംപ്ലിമെന്റ്. 0 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആൻഡ് 1. 1 ആൻഡ് 1 ഈസ് 1. സോ E1 0, 0 എടുത്തിട്ട് കോംപ്ലിമെന്റ് 1, കോംപ്ലിമെന്റ് 1, 1 ആൻഡ് 1, 1 കിട്ടിയത് കണ്ടോ? സോ ഉത്തരം 1. അടുത്തത് ഞാൻ ഏത് കോംബോ എടുക്കുന്നു? ഫംഗ്ഷനകത്തൂടെ 0, 1 കടത്തി വിടുന്നു. 0, 1 കടത്തി വിട്ടാൽ FO 0, 1 എന്ന് പറഞ്ഞാൽ 0 കോംപ്ലിമെന്റ് ആൻഡ് 1 കോംപ്ലിമെന്റ്. 0 കോംപ്ലിമെന്റ് 1 ആൻഡ് 1 കോംപ്ലിമെന്റ് 0. 1 ആൻഡ് 0 ഈസ് 0 എന്നാണ് കിട്ടുന്നത്. സോ ഇവിടെ കണ്ട 0 കൊടുത്തു, 1 കൊടുത്തു. അപ്പൊ കോംപ്ലിമെന്റ് 1, കോംപ്ലിമെന്റ് 0. കണ്ടോ? 1, 0. 1 ആൻഡ് 0, 0. ഔട്ട്പുട്ട് ഈസ് 0. സോ ഇതുപോലെ അടുത്ത വാല്യൂവിന് F11 കൊടുത്തവർ, F11 കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? F11 എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റെപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4ാമത്തെ ആൾ എന്തായിരിക്കും വരുന്നത് നോക്കാം. F11 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? 1 കോംപ്ലിമെന്റ് ആൻഡ് 1 കോംപ്ലിമെന്റ്. അത് ഈ ഫംഗ്ഷനാ വരുന്നത്. 1 കോംപ്ലിമെന്റ് ആൻഡ് 1 കോംപ്ലിമെന്റ്. ആദ്യത്തെ ആള് എന്താണോ ആ ഓപ്ഷൻ 1 കോംപ്ലിമെന്റ് ആൻഡ് 1 കോംപ്ലിമെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ 1 കോംപ്ലിമെന്റ് 0 ആൻഡ് 0, 0 ആൻഡ് 0 ഈസ് അഗെയിൻ എന്താണ്? 0. അപ്പൊ ദാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. F1, 0 എന്ന് പറഞ്ഞാൽ 1, 0 എഴുതുന്നു. 1 കോംപ്ലിമെന്റിന്റെ വാല്യൂ 0, 0യുടെ കോംപ്ലിമെന്റ് 1, 0 ആൻഡ് 1 എന്ന് പറഞ്ഞാൽ അഗെയിൻ 0. സോ ദ ടേബിൾ ഈസ് കൺസ്ട്രക്റ്റഡ് ഓവർ ഹിയർ. ഇതൊരു ക്വസ്റ്റ്യന് ചോദിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ബൂളിയൻ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഞാനിപ്പോ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നുണ്ട്.
ഇത് PPT മാറിയിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. ഇത് സെറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സെറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതില് സെറ്റ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ് എന്നുള്ള ഒരു ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി +1 +2 ക്ലാസ്സുകൾ തൊട്ടേ സെറ്റ് തിയറി പഠിച്ചു വരുന്നുള്ളതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇത് ശരിക്കും മനസ്സിലാവുന്നില്ല എങ്കിൽ, ഈ ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ, യു ജസ്റ്റ് ഗോ ടു ദ പ്ലേ സ്റ്റോർ. അവിടെ +1 +2 ടെക്സ്റ്റ് ബുക്ക്, CBSE +2 ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ നല്ല തറവായിട്ട് വായിച്ചു നോക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ. അത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും എടുത്തു തരേണ്ട കാര്യം ഇല്ല. MCA കുട്ടികളാണ്, അതുകൊണ്ട് വീണ്ടും ഇത് എടുത്തു തരേണ്ട കാര്യം എനിക്കില്ല. ബിക്കോസ് ഇത് ഓൾറെഡി നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ സബ്സെറ്റ് എന്താണെന്ന് പഠിക്കണം, സൂപ്പർ സെറ്റ് എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് രണ്ട് സെറ്റുകൾ ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്ന് നോക്കണം. പിന്നെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടീഷൻ എന്താണ് എന്ന് നോക്കണം. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെറ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞെടുക്കുന്നു. ഇത് ക്യാപിറ്റൽ A എന്ന് പറയുന്ന സെറ്റ്, ഇതിന്റെ സബ്സെറ്റ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ S എന്ന് വിളിക്കുന്നു അതിന്റെ പേര്. ഇതിനകത്തുള്ള എല്ലാവരും വരാൻ പാടില്ല, കുറച്ച് പേര് മാത്രം എടുക്കുക, 1 2. പക്ഷെ വേറെ ആളെ എടുക്കാൻ പാടില്ല, 1 2. ഇനി ഈ എസ് ഡാഷ് എന്ന് പറഞ്ഞ ഒരു സെറ്റിനെ ഞാൻ പേര് വിളിക്കുന്നു 1 2 3 4 എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർ ആയിരിക്കത്തില്ല. പക്ക സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. എസ് ഡാഷ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു A എന്നേ എഴുതാൻ പറ്റത്തുള്ളൂ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ S സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ A എന്ന് എഴുതണം. അപ്പൊ 2 എലമെന്റേ ഉള്ളൂ. ഇതിനകത്തുള്ള 2 പേരെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. ഇതിനകത്ത് 3 4 ഉണ്ട്, പക്ഷെ അയാൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ എഴുതുന്നു. ഈ 3 കൂടെ കൊടുത്താലും കുഴപ്പമില്ല, പ്രോപ്പർ സബ്സെറ്റ് ആണ്. 4 കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ 4 3 എന്ന് കൊടുത്താലും മതി. അപ്പൊ അങ്ങനെ ആയാലും നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് കിട്ടുന്നു. പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻസ് ഒക്കെ നോക്കണം. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ പക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. സെറ്റ് തിയറിയിൽ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്, A യൂണിയൻ B, B യൂണിയൻ A എന്നൊക്കെ പറയുന്ന വെൻ ഡയഗ്രാം വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. A യൂണിയൻ B. ഈ നടുക്കലത്തെ ഈ പോർഷന് പറയുന്ന പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇതിനെ പറയുന്ന, ഞാനിപ്പോ ഗ്രീൻ കൊണ്ട് മാർക്ക് ചെയ്യുന്നതിനെയാണ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്. ഇത് A എന്നും ഇത് B എന്നും എടുത്താൽ നടുക്കത്തെ പേര് A ഇന്റർസെക്ഷൻ B എന്നാണ് അർത്ഥം. അതാണ് അർത്ഥം. ഇനി ഈ പാർട്ട് റെഡ് എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് A മാത്രമാണ്. A മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ A ബട്ട് നോട്ട് ഇൻ B, അത് ഇന്റർസെക്ഷൻ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ A മാത്രമേ ഉള്ളൂ, നോട്ട് B ഉണ്ടാവാനേ പാടില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇത് B മാത്രമേ ഉള്ളൂ. ഇതിനെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ സ്ക്വയർ ബോക്സിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതുപോലെ വെൻ ഡയഗ്രാം വരച്ചിട്ടുള്ള ഇന്റർസെക്ഷനും ആ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ പ്രോബ്ലംസ് വളരെ നന്നായിട്ട് ചെയ്തു നോക്കണം. അസോസിയേറ്റീവ് ലോയും കോംപ്ലിമെന്റും ഐഡന്റിറ്റിയും ഡിമോർഗൻ ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഡിമോർഗൻ ലോയും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ പ്രോപ്പർ അത് +2 കൃത്യമായിട്ട് നിങ്ങൾ സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, അങ്ങനെ കുറെ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്ന 3 റിലേഷൻസ്, ഈ 3 റിലേഷൻസ് ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കത്തുള്ളൂ. ഈ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം യൂണിവേഴ്സിറ്റി എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഫംഗ്ഷന്റെ എങ്ങനെയാണ് ഫംഗ്ഷൻസ് വരുന്നത്, ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, 1 1 on 2 ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓൺ 1ഉം ഓൺ 2 ആണെന്നുള്ള ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, ഓൺ 2 മാപ്പിംഗ്, ഇൻജെക്റ്റീവ് മാപ്പിംഗ്, ബൈജക്റ്റീവ് മാപ്പിംഗ്. 1 1 on 2 എന്ന് പറയുന്ന മാപ്പിംഗും 1 1 എന്ന് പറയുന്ന മാപ്പിംഗും രണ്ടും കൂടെ ഒന്നിച്ച ഒരു ഫംഗ്ഷനിൽ ഉണ്ടെങ്കിൽ അതിനെ ബൈജക്റ്റീവ് മാപ്പിംഗ് എന്ന് വിളിക്കത്തുള്ളൂ. അപ്പോൾ 1 1 on 2 മാപ്പിംഗ് എന്താണെന്നുള്ള ഡെഫിനിഷൻസും കൃത്യമായിട്ട് നോക്കുക. ഇത് കൂടുതൽ ആധികാരികമായിട്ട് ലെക്ചർ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഖാൻ അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമി ഉണ്ട്. അക്കാഡമിയിൽ സെറ്റ് തിയറി എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഫ്രീ അക്കാഡമിയാണ്. ഫ്രീ അക്കാഡമിയിൽ നിങ്ങൾക്ക് ഫംഗ്ഷൻസിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന വീഡിയോ ലെക്ചർ ക്ലാസ്സുകൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങളുടെ ഒരു മൊഡ്യൂൾ 1 എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത്രയും ഒരു ഡിസ്കഷൻ കൊണ്ട് നമുക്ക് മൊഡ്യൂൾ 1 എന്ന് പറയുന്ന സാധനം വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക്